നമ്മൾ ഏതെടുത്തിട്ടുണ്ടായിരുന്നു? ആന്റി ഹൈപ്പർ ടെൻസീവ്സ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ലെപ്രസി കഴിഞ്ഞു. ഡയോറിറ്റിക്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. എടുക്കണത് അല്ലേ? ഡയോറിറ്റിക്സ് കുറച്ച് നോക്കി. അല്ലാതെ ആന്റി ട്യൂമറൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ? കഴിഞ്ഞു. ആന്റി ലെപ്രോട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഡയോറിറ്റിക്. 10ാമത്തെ ചാപ്റ്റർ അല്ലേ? നമ്മൾ ഗോകുരുവിന്റെ പിക്ചറൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയില്ലേ? നെല്ലിക്കയുടെ കുരു എങ്ങനെയാണുള്ളത് അല്ലേ? മുള്ളുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഗോകുരു. ഗോകുരുവിനെ നമ്മൾ മലയാളത്തിൽ നമ്മൾ ഞെരിഞ്ഞിൽ എന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ. ഫസ്റ്റ് ഡയൂററ്റിക്കിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഡയൂററ്റിക് ആർ ദി ഡ്രഗ്സ് വിച്ച് ഇൻക്രീസ് ദ ഫ്ലോ ഓഫ് യൂറിൻ. യൂറിന്റെ അളവ് അല്ലെങ്കിൽ യൂറിന്റെ ഫ്ലോ ഒഴുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട്, ഫ്ലോ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് യൂറിന്റെ ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഡയൂററ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഗോകുരു, പുനർനവയാണ്. ഗോകുരു എന്ന് പറഞ്ഞാൽ എന്താ? ഞെരിഞ്ഞില് അല്ലേ? നമ്മൾ പുനർനവ കണ്ടായിരുന്നു. പുനർനവയ്ക്ക് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ് നോക്കിയിട്ട്? പുനർനവ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? തഴുതാമ എന്ന് പറയും അല്ലേ മലയാളത്തില്. ഗോകുരു എന്താ നോക്കാം. ഗോകുരുവിന്റെ സിനോണിം സ്ക്രീൻ കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ കാണുന്നുണ്ട്. ഗോകുരുവിന്റെ സിനോണിം നോക്കിയേ പഞ്ചർ വൈൻ എന്നാണ്. പഞ്ചർ വൈൻ എന്താണ് സിനോണിം വരുന്നത്? പഞ്ചർ വൈൻ. ഗോകുരുവിന്റെ സിനോണിം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുണ്ട് എക്സാമിന്. ഗോകുരുവിന്റെ സിനോണിം പറയുന്നത് പഞ്ചർ വൈൻ ആണ് വരുന്നത്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ് ട്രൈബുലസ് ടെറസ്ട്രിസ് ലീൻ ബിലോങ്ങിങ് ടു ദി ഫാമിലി സൈഗോഫൈലാസിയെ. അതായത് ബയോളജിക്കൽ സോഴ്സ് നമ്മൾ ഗോകുരുവിന്റെ ഏത് വെറൈറ്റി ചെടിയിൽ നിന്നാണ് നമ്മൾ ഈ ഗോകുരു നമ്മൾ എടുക്കുന്നത് വെച്ചാൽ ട്രൈബുലസ് ടെറസ്ട്രിസ് ലീൻ. എന്താണ് വെറൈറ്റിയുടെ പേരെന്താ? ട്രൈബുലസ് ടെറസ്ട്രിസ് ലീൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റ്, ഗോകുരു ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ട്രൈബുലസ് ടെറസ്ട്രിസ് ലീൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ ഫ്രൂട്ട് ആണ്. ഫ്രൂട്ട് ഫുള്ളി റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവനായിട്ടും പാകമായത് അല്ലേ. റൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പാകമായത്. മുഴുവനായിട്ടും പാകമായ ഫ്രൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രൈബുലസ് ടെറസ്ട്രിസ് ലീൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ മുഴുവനായിട്ടും പാകമായ ഫ്രൂട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏത് ഫാമിലിയിലാണ് വരുന്നത്? സൈഗോഫൈലാസിയെ എന്ന് പറഞ്ഞാണ് ഫാമിലിയിൽ വരുന്നത്. ഫാമിലി ഏതാ വരുന്നത്? സൈഗോഫൈലാസിയെ. നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അല്ലേ. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഗോകുരുവിന്റെ കളർ പറയുന്നത്, ഇതിന്റെ ഫ്രൂട്ട്സ് വരുന്നത് ഏത് കളറാണ് വരുന്നത്? ഗ്രീനിഷ് ടു ഗ്രേ അല്ലേ. പച്ചയായിട്ട് നമ്മൾ ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഏത് കളറാണ് ഉണ്ടാവുക? ഗ്രീൻ കളറാണ് ഉണ്ടാവുക അല്ലേ. നമ്മൾ അതിന് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു ഗ്രേ കളറായിട്ട് മാറും. ഓക്കെ, ഗ്രേ കളറായിട്ട് മാറും. ഓർഡർ എന്ന് പറഞ്ഞാൽ മണമൊന്നുമില്ല, പ്രത്യേകിച്ച് മണങ്ങളൊന്നുമില്ല, ഓർഡർലെസ് ആണ്. ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കയ്പ് ടേസ്റ്റ് ഉണ്ട്, ബിറ്റർ ടേസ്റ്റ് ആണുള്ളത്. സൈസ് പറയുന്നത് 1 to 1.5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് വരുന്നത് ഫ്രൂട്ട്സ് ആർ ഗ്ലോബോസ്, നമ്മുടെ ഗ്ലോബിന്റെ ഒരു ഷേപ്പാണ് വരുന്നത്. ഇതിന്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നെല്ലിക്കയുടെ ഒരു ഗ്ലോബോസ് ഷേപ്പ് തന്നെയാണ് അല്ലേ. അതുപോലത്തെ ഒരു ഗ്ലോബോസ് ഷേപ്പിലാണ് എന്തും കാണപ്പെടുന്നത്? ഗോകുരും കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത് ഹാർമിൻ, ഹാർമാൻ, സാപ്പോണിൻ. സാപ്പോണിന്റെ സ്പെല്ലിങ് സ്ക്രീനിൽ കാണുന്ന തെറ്റുണ്ട് കേട്ടോ. സാപ്പോണിന്റെ സ്പെല്ലിങ് അറിയാലോ? സാപ്പോണിൻ. അതിൽ ജി ഇല്ല കേട്ടോ. സാപ്പോണിൻ. ഓക്കെ, എന്ന് വരെ ഉള്ളൂ കേട്ടോ. സാപ്പോണിൻ എന്ന് മാത്രമേ ഉള്ളൂ. ഡയോസ്ജെനിൻ, ജിറ്റോജെനിൻ, ക്ലോറോജെനിൻ, റസ്കോജെനിൻ, ഫ്ലാവനോയിഡ്സ്, കാംഫറോൾ, ട്രൈബുലോസൈഡ്, റെസിൻ. ഓക്കെ, ഇത്രയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നതെന്നും കൂടി പറയാം. ഹാർമിൻ, ഹാർമാൻ, സാപ്പോണിൻ, ഡയോസ്ജെനിൻ, ജിറ്റോജെനിൻ, ക്ലോറോജെനിൻ, റസ്കോജെനിൻ, ഫ്ലാവനോയിഡ്സ്, കാംഫറോൾ, ട്രൈബുലോസൈഡ്, റെസിൻ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ഗോകുരുവിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഇത് വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ? അത്
ഫസ്റ്റത്തേതാ ഹാർമിൻ, ഹാർമാൻ, സാപ്പോണിൻ, ഡയോസ്ജെനിൻ, ഡയോസ്ജനിൻ, ജിറ്റോജനിൻ, ജിറ്റോജെൻ, ക്ലോറോജെനിൻ, റെസ്കോജനിൻ, റെസ്കോജെനിൻ, ഫ്ലാവനോയിഡ്, ഫ്ലേവനോയിഡ്, ട്രൈബ്ലോൺ, കാംഫറോൾ, ട്രൈബുലോസൈഡ്, റെസിൻ. ക്ലിയർ അല്ലേ ഇത്രയും? ട്രൈബലോസൈഡ് ആണല്ലേ? ട്രൈബുലോസൈഡ്. ട്രൈബലോസൈഡ്. അതിന്റെ വെറൈറ്റിയുടെ പേരെന്താ വന്നത്? ട്രൈബുലസ് ടെറസ്ട്രിസിൽ നിന്നാണ് വെറൈറ്റിയുടെ പേര് വന്നത് അല്ലേ? അതിന്റെ ഫുള്ളി റൈപ്പൺ ഫ്രൂട്ട് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതാണ് ഫാമിലി പറഞ്ഞത്? സൈഗോഫൈലാസിയേ. ഓക്കെ. ഇനി നമ്മൾ ഗോകുരുവിന്റെ യൂസസ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഡയൂററ്റിക് ആണ്. ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? പെയിൻഫുൾ മിച്ചുറേഷൻ. മിച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് അല്ലെ? മിച്ചുറേഷൻ നമ്മൾ അനാട്ടമിയിൽ പഠിച്ചിട്ടില്ലേ? ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ മിച്ചുറേഷൻ? ഓക്കെ. മലമൂത്ര വിസർജനത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? മിച്ചുറേഷൻ എന്ന് പറയുന്നത്. ഇത് പെയിൻഫുൾ ആയിട്ടുള്ള, അതായത് നമ്മൾ വേദന മൂത്രമൊഴിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുമ്പോഴാണ്, യൂറിനേഷൻ നടത്തുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് തന്നെ കൊടുക്കുന്നുണ്ട്? നമ്മൾ ഗോകുരു കൊടുക്കുന്നുണ്ട് അല്ലെ? പിന്നെന്താണ്? ഗൗട്ടിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഗൗട്ട് അറിയാലോ? ജോയിൻസ് ഉണ്ടാവുന്ന വേദന. ഓക്കെ, ജോയിൻസിൽ ഉണ്ടാവുന്ന പെയിൻ. ഓക്കെ. ഗോകുരു ഈസ് എ കോമൺ ഇൻഗ്രീഡിയന്റ് ഓഫ് ആയുർവേദിക് പ്രിപ്പറേഷൻ. ആയുർവേദ പ്രിപ്പറേഷൻസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗോകുരു യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പ്രിപ്പറേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്? ദശമൂലാരിഷ്ട ആയാലും ചവനപ്രാശം. ദശമൂലാരിഷ്ട ആയാലും ചവനപ്രാശം ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ഗോകുരുവിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഗോകുരുവിന്റെ യൂസസ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നും കൂടി. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡയൂററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് പെയിൻഫുൾ മിച്ചുറേഷന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഗൗട്ടിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഗോകുരു ഈസ് എ കോമൺ ഇൻഗ്രീഡിയന്റ് ഓഫ് ആയുർവേദിക് പ്രിപ്പറേഷൻ. ആയുർവേദിക് പ്രിപ്പറേഷനിൽ കോമൺ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഗോകുരു യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഗോകുരു യൂസ് ചെയ്യുന്ന ആയുർവേദിക് പ്രിപ്പറേഷൻസ് ഏതൊക്കെയാ പറഞ്ഞത്? ദശമൂലാരിഷ്ടയിലും ചവനപ്രാശത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പുനർനാവയാണ്. തഴുതാമ അല്ലെ? പുനർനാവയുടെ സിനോണിം വരുന്നത് രക്തപുനർനാവ, പുനർനാവ എന്നും പറയും, രക്തപുനർനാവ എന്നും പറയും. ഓക്കെ. പുനർനാവയുടെ സിനോണിം എന്താ പറയുന്നത്? രക്തപുനർനാവ എന്ന് പറയും, പുനർനാവ എന്ന് പറയും. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈ ഫിഷ് ആസ് വെൽ ആസ് ഡ്രൈഡ് ഹെർബ് നോൺ ആസ് ബൊറേവിയ ഡിഫ്യൂസ ബിലോങ്ങിങ് ടു ദി ഫാമിലി നിറ്റാജിനേസിയേ. അതായത് എന്താ? നമ്മൾ പുനർനാവയുടെ ഡ്രൈഡ് ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഔഷധമാണ് അല്ലെ? അതായത് ആ പുനർനാവനെ കംപ്ലീറ്റ് ആയിട്ട് ആ ചെടിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതാണ് വെറൈറ്റിയുടെ പേര് പറഞ്ഞത്? ബൊറേവിയ ഡിഫ്യൂസ. എന്താണ്? ബൊറേവിയ ഡിഫ്യൂസ ബിലോങ്ങിങ് ടു ദി ഫാമിലി നിറ്റാജിനേസിയേ. ഫാമിലിയുടെ പേര് ഏതാ വരുന്നത്? നിറ്റാജിനേസിയേ. അതായത് നമ്മൾ പുനർനാവനെ രണ്ട് പേര് പറഞ്ഞു. രക്തപുനർനാവ, പുനർനാവ എന്ന് രണ്ട് പേര് പറഞ്ഞു അല്ലെ? ഒന്ന് സാധാരണ പുനർനാവ എന്ന് തന്നെ പേര് അല്ലെ? ഫസ്റ്റ് എന്താ പിന്നെ പറയാ? രക്തപുനർനാവ. അങ്ങനെ രണ്ട് സിനോണിമാണ് പുനർനാവയ്ക്കുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ്. ഇതിന്റെ ഏത് ഭാഗമാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് വെറൈറ്റിയാണ് ഫാമിലിയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ഈ പുനർനാവ നമ്മൾ ഹോൾ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉണക്കിയിട്ടും ആസ് വെൽ ആസ് ഡ്രൈഡ്, അതായത് ഉണക്കിയിട്ടും ഉണക്കാണ്ടും, ഫ്രഷ് ആസ് വെൽ ആസ് ഡ്രൈഡ്, അതായത് ഉണക്കിയതായതും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഹെർബ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഏത് വെറൈറ്റിയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബൊറേവിയ ഡിഫ്യൂസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളതും ഉണക്കിയതുമായിട്ടുള്ള ഹെർബ് യൂസ് ചെയ്യുന്നത്. ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് നിറ്റാജിനേസി ആണ് ഫാമിലി വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ആ ഔഷധത്തിനെ, പുനർനവ എന്ന് പറഞ്ഞ ഔഷധത്തിനെ ഉണക്കിയിട്ടും ഉണക്കാണ്ടൊക്കെ നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഏത് വെറൈറ്റിയാണ് പറഞ്ഞത്? ബൊറേവിയ ഡിഫ്യൂസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പറഞ്ഞത്. ഏത് ഫാമിലിയാണ് വരുന്നത്? നിറ്റാജിനേസി ആണ് ഫാമിലി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്, ഇതിന്റെ ലീവ്സ് ആണെങ്കിൽ ഏതാ കളർ വരുന്നത്? ഇല വരുന്നത് പച്ച കളർ തന്നെയാണ് വരുന്നത്. സ്റ്റെം വരുന്നത് ഗ്രീനിഷ് പർപ്പിൾ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. ഇങ്ങനെ കളറൊന്നും ചോദിക്കില്ല കേട്ടോ. കളർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ്
ഈ ഓരോന്നൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ആണെങ്കിൽ നമ്മുടെ ലീവ്സിന്റെയും സ്റ്റെമ്മിന്റെയും ഫ്ലവറിന്റെയും ഒക്കെ കളർ പറയുന്നുണ്ട് അല്ലേ. ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിട്ട് എടുക്കൂലേ നമ്മള്, അതിന്റെ ഒക്കെയാണ് നമ്മൾ കളർ ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ്, അതിന്റെ ലീവ്സിന്റെ കളർ വരുന്ന ഗ്രീൻ ആണ്, സ്റ്റെമ്മിന്റെ കളർ വരുന്നത് ഗ്രീനിഷ് പർപ്പിൾ കളറാണ്, ഫ്ലവറിന്റെ കളർ വരുന്നത് ഏതാ, അപ്പർ പാർട്ട് പിങ്ക്, ലോവർ പാർട്ടിന്റെ കളർ പറയുന്നില്ലേ, ഇതിന്റെ മുകളിലത്തെ അതായത് നമ്മുടെ ഫ്ലവറിന്റെ മുകളിലത്തെ ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഫ്ലവറിന്റെ പെറ്റൽസ് ഉണ്ടാവുമല്ലോ, ഇതളുകൾ ഉണ്ടാവുമല്ലോ, ഇതളിന്റെ മുകൾ ഭാഗത്തെ കളർ വരുന്നത് ഏതാ, പിങ്ക് ആണെന്ന് പറയുന്നത്. ഓക്കെ. ഓർഡർ പറയുന്നത് ഓർഡർലെസ് ആണ്, മണമില്ല. ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്റർ ആണ്, കയ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ ഇലയുടെ സൈസ് വരുന്നത് 25 മുതൽ 30 മില്ലിമീറ്റർ ആണ് വരുന്നത്. ഇതിന്റെ ലെങ്ത് എത്രയാണ് വരുന്നത്, ഇതിന്റെ ലീവ്സ് ഇലയുടെ നീളം വരുന്നത് 25 തൊട്ടിട്ട് 30 മില്ലിമീറ്റർ ആണ് വരുന്നത്. പിന്നെന്താ, ഇതിന്റെ ഇലയുടെ വിഡ്ത്ത് വരുന്നത് 12 മുതൽ 20 മില്ലിമീറ്റർ ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ ഇതിന്റെ തണ്ട് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആണ്. സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ കുറ്റി കുറ്റി പോലെ അല്ലേ. സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ, വടി പോത്തതാണ്. തിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, കട്ടി കൂടിയതാണ്. പിന്നെന്താ, ദേ ആർ ബ്രാഞ്ചഡ് ആൻഡ് അബൌട്ട് 1 സെന്റിമീറ്റർ ലെങ്ത് ഫ്ലവേഴ്സ് ആർ ഇന്റേർണലി. ഓക്കെ, അതൊന്നും വേണ്ട. ഓക്കെ, അതൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കില്ല. ഇങ്ങനെ പറയാം, ദേ ആർ ബ്രാഞ്ചഡ് എന്ന് പറഞ്ഞാൽ എന്താ, ചില്ലകളായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലേ. ഓക്കെ, ചില്ലകളായിട്ട് കാണപ്പെടുന്നുണ്ട്. അബൌട്ട് 1 സെന്റിമീറ്റർ വരെ നീളം. ഇതിന്റെ ചില്ല ഏകദേശം എത്ര സെന്റിമീറ്റർ വരെ നീണ്ടിട്ട് പോവും, 1 സെന്റിമീറ്റർ ഇൻ ലെങ്ത്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇന്റേണലി ഫ്ലവേഴ്സ് ആണ് വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഉള്ളിലേക്ക് ഒരു ഒതുങ്ങിയ പൂവുകൾ ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഇന്റേണലി എന്ന് പറയുന്നത്. സെസൈലിൻ അംബെൽസ് ഒക്കെ അതിന്റെ ഷേപ്പാണ് പറയുന്നത്. അബൌട്ട് 10 to 25 മില്ലിമീറ്റർ ഇൻ ലെങ്ത്. അതിന്റെ അമ്പൽസിന്റെ ഏകദേശം സൈസ് ആണ് പറയുന്നത്. ഏകദേശം എത്ര വരും, 10 മുതൽ 25 മില്ലിമീറ്റർ വരെ ലെങ്ത് വരും. ഇതിന്റെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താ, 0.5 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഇതിന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേറ്റഡ് ആണ്. ഇലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞാൽ നീളത്തിലാണ്. ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നീളത്തിൽ പോകുന്നതാണ്. ഓക്കെ, ഇത്രയും നോക്കിയാൽ മതി. ഇതിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ സിനോണിം നോക്കുക. രക്തപുനർനാവയാണ് ചോദിക്കുള്ളൂ. രക്തപുനർനാവ അല്ലെങ്കിൽ പുനർനാവ അല്ലെ. രക്തപുനർനാവ നോക്കിക്കോളൂ നന്നായിട്ട്. പിന്നെന്താണ്, ഏത് വെറൈറ്റിയുടെയാണ് നമ്മൾ പറഞ്ഞത്, പുനർനാവ മെഡിസിൻ പർപ്പസിന് വേണ്ടി ബൊറേവിയ ഡിഫ്യൂസിയ ആണ്. ഇതിന്റെ ഫാമിലി വരുന്നത് ഏതാണ്, ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഇതിന്റെ പുനർനാവയുടെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഓർഡർലെസ് ആണ്. ടേസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ബിറ്റർ ടേസ്റ്റ് ആണ്. പിന്നെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. കെമിക്കൽ കോൺസ്റ്റൻസ് പറയുകയാണെങ്കിൽ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, പുനർനാവിൻ, പൊട്ടാസ്യം നൈട്രേറ്റ്, ഓയിലി സബ്സ്റ്റൻസ്, അർസോളിക് ആസിഡ്. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. ഏതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്, ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, പുനർനാവിൻ, പൊട്ടാസ്യം നൈട്രേറ്റ്, ഓയിലി സബ്സ്റ്റൻസ്, അർസോളിക് ആസിഡ്. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആയിട്ട് വരുന്നത്. കെമിക്കൽ കോൺസ്റ്റൻസ് വായിക്കാൻ കിട്ടുന്നില്ലേ, ക്ലിയർ അല്ലേ? വായിക്കാൻ കിട്ടുന്നുണ്ട്. ആൽക്കലോയിഡ്സ്, പുനർനാവിൻ, പൊട്ടാസ്യം നൈട്രേറ്റ്, ഓയിലി സബ്സ്റ്റൻസ്, അർസോളിക് ആസിഡ്. പിന്നെ ഇതിന്റെ യൂസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസസ് തന്നെ വീണ്ടും ഇതിലും പറയുന്നത് അല്ലേ. എന്തൊക്കെ പറയുന്നത്, ഡയൂററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ പറയുന്നത്, എക്സ്പെറ്റോറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചുമക്കൊക്കെ വേണ്ടിയിട്ട് ഓക്കെ, ചുമക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എക്സ്പെറ്റോറന്റ് എന്ന് പറയുന്നത്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വയറുവേദനയ്ക്ക് വേണ്ടി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞപ്പിത്തത്തിനെ ട്രീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പുനർനാവയുടെ യൂസസ് ഒന്നും കൂടി നോക്കാം. നമ്മൾ ഡയൂററ്റിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ഡയൂററ്റിക് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എക്സ്പെറ്റോറന്റ് ആണ്. എക്സ്പെറ്റോറന്റ് എന്ന് പറഞ്ഞാൽ ചുമയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് യൂസ് സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വയറുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ജോണ്ടിസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താ, മഞ്ഞപ്പിത്താണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ഇപ്പോൾ ഗോഗുരുവിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ പുനർനാവയുടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഗോഗുരുവിന്റെ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, ഗോഗുരുവിന്റെ സിനോണിം ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ഗോഗുരു? പഞ്ചർവൈൻ. ഫാമിലി ഓഫ് ഗോഗുരു,
സൈക്കോഫൈനസ് സൈക്കോഫൈനസ് സൈക്കോപൈലാസി. ഓക്കെ. What is the taste of goguru? bitter What is the shape of goguru? shape globose shape അല്ലേ ചോദിച്ചേ Shape. Globose ആണ്. globose നെക്സ്റ്റ് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ട്രൈബുലോസൈഡോ അല്ലെങ്കിൽ ക്യാൻസറോളോ ഇതിന് മാത്രമുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് തന്നിട്ട് ഡാഷ് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റൻസ് ഓഫ് ഗോഗുരു കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഗോഗുരു എന്ന് പറയൂലേ. അപ്പൊ നമ്മൾ ഏതാണ് കെമിക്കൽ കോൺസ്റ്റന്റ് ഗോഗുരുവിലുള്ളത് വെച്ചാൽ നമ്മൾ അതിനെ മാർക്ക് ചെയ്യുക അല്ലേ. ഓക്കെ, അങ്ങനെ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഗോഗുരു എന്ന് വന്നിട്ട് ഓപ്ഷൻസിൽ തരും. ഓക്കെ, അതിലിപ്പോൾ ഗോഗുരുവിലുള്ളത് ഏകദേശം ഒരെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്യാൻസറോളോ ട്രൈബുലോസൈഡോ ക്ലോറോജനിനോ ഏതെങ്കിലും തരും. ഓക്കെ, ഓപ്ഷൻസിൽ തരും. അപ്പോൾ നമ്മൾ ഈ ഗോഗുരുവിലുള്ളത് ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്യുക. ഗോഗുരുവിലുള്ളത് മാർക്ക് ചെയ്യുക. ഒരെണ്ണം തന്നെയാണല്ലോ ഇതിൽ ഈ കണ്ട കെമിക്കൽ കോൺസ്റ്റൻസ് ആകെ ഒരെണ്ണം തന്നെയാണ് നമ്മൾ ഓപ്ഷനിൽ കൊടുക്കുള്ളൂ അല്ലേ. കാരണം എന്താണ്, ബാക്കിയുള്ളത് വേറെ ഡ്രഗിൻ്റെ ആവും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഗോഗുരുവിൻ്റെ ഒരെണ്ണം മാർക്ക് ചെയ്യുക. Dash is used in the preparation of Ayurveda. Dash is used. Dash is a common ingredient of Ayurvedic preparation such as എന്താ പറയുക ഡെസിമുല അരിഷ്ട ചവനപ്രാശം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതാ? Dash is common ingredient of. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഓക്കെ, ഓക്കെ, നമുക്ക് ആന്റി ഡിസെൻട്രിക് ആണ്. ആന്റി ഡിസെൻട്രിക് ഡ്രഗിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഡിസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വയറിളക്കം തന്നെയാണ് അല്ലേ. അതിൽ കൂടെ എന്തും കൂടി ബ്ലഡും മ്യൂക്കസും കൂടി എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നു മാത്രം. ഓക്കെ, സാധാരണ ഡിസെൻട്രിയേക്കാളും അല്ല ഡയറിയേക്കാളും കുറച്ചും കൂടി കൂടിയ ഒരു ഫോമാണ് എന്തെന്ന് പറയുന്നത് ഡിസെൻട്രി എന്ന് പറയുന്നത് അല്ലേ. ഡിസെൻട്രി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മോഷന്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും, ബ്ലഡും മ്യൂക്കസും കൂടി എക്സ്ക്രീറ്റ്. ഓക്കെ, ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സ് നോക്കാം. ചാപ്റ്റർ 11ാമത്തെ ചാപ്റ്റർ ആണ്. ദീസ് ഡ്രഗ്സ് റിലീവ് ഓർ പ്രിവെന്റ് ഡിസെൻട്രി. ഡിസെൻട്രീനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിലീവ് ചെയ്യാൻ എന്താ മാറാൻ വേണ്ടിയിട്ട് അല്ലേ. ഡിസെൻട്രി മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസെൻട്രീനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി ഡിസെൻട്രിക്സ് അല്ലെങ്കിൽ ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദ ഡ്രഗ്സ് റിലീവ് ഓർ പ്രിവെന്റ് ഡിസെൻട്രി. ഡിസെൻട്രീനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസെൻട്രി മാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇൻ ഡിസെൻട്രിക് കണ്ടീഷൻ ദ ഇൻഫ്ലമേഷൻ ഓഫ് കൊളോണിക് മ്യൂക്കോസ. ഈ ഡിസെൻട്രി ഉണ്ടാവുന്ന കണ്ടീഷനിൽ നമ്മുടെ കൊളോണിക് മ്യൂക്കോസയിൽ എന്തുണ്ടാവും? ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ തടിപ്പ് അല്ലെങ്കിൽ നീരുണ്ടാവും അല്ലേ. അപ്പോൾ എന്തുണ്ടാവും? ഇത് എന്തിലേക്ക് നയിക്കും? വിച്ച് ലീഡ്സ് ടു പാസേജ് ഓഫ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. അപ്പോൾ ഈ കൊളോണിക് മ്യൂക്കോസയിൽ ഉണ്ടാവുന്ന ഈ ഇൻഫ്ലമേഷൻ എന്തിലേക്ക് നയിക്കും? അപ്പോൾ ബ്ലഡും മ്യൂക്കസും ഒക്കെ ഈ ഡയറിയയുടെ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതിൽ എന്തും കൂടി കാണും? ബ്ലഡും മ്യൂക്കസും ഒക്കെ പോകാനുള്ള കാരണമാവും. ഓക്കെ, അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഒപ്പം കൂടി എന്തും കൂടി പോവും? ബ്ലഡും മ്യൂക്കസും ഒക്കെ കൂടിയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോവും. ഈ കണ്ടീഷനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താ? ഡിസെൻട്രീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസെൻട്രീനെ റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഡിസെൻട്രി എന്ന് പറയുന്നത് എന്താ ഉണ്ടാവുക? നമ്മുടെ കൊളോണിക് മ്യൂക്കോസയിൽ എന്ത് സംഭവിക്കും? ഇൻഫ്ലമേഷൻ സംഭവിക്കും അല്ലേ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നീരുണ്ടാവും അല്ലേ. ഇതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? വിച്ച് ലീഡ്സ് ടു പാസേജ് ഓഫ് ബ്ലഡ് ആൻഡ് മ്യൂക്കോസ്. അപ്പോൾ ഇതിന്റെ ഈ കൊളോണിക് മ്യൂക്കോസയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ബ്ലഡും മ്യൂക്കസും ഒക്കെ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോവും. ഓക്കെ, ഈ കണ്ടീഷനെയാണ് നമ്മൾ ഡിസെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇതിലാകെ ഒരു ഡ്രഗ് തന്നെയുള്ളൂ, എപ്പിക്കാക്യൂന.
എപ്പിക്കാക്യൂന പ്ലാന്റിന്റെ പിക്ചർ കണ്ടോ? ഇത് പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ലേ, കണ്ടിട്ടുണ്ടായില്ലേ നമ്മള്? കണ്ടിട്ടുണ്ട്. ഇതാണ് എപ്പിക്കാക്യൂന കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഡ്രഗ് എന്ന് പറയുന്നത് എപ്പിക്കാക്യൂനയാണ് അല്ലേ? എപ്പിക്കാക്യൂന വായിക്കാൻ കിട്ടുന്നില്ലേ? എപ്പിക്കാക്യൂന. അതിന്റെ സിനോണിം വരുന്നത് എപ്പിക്കാക്ക് എന്നാണ്. സിനോണിം വരുന്നത് എന്താ? എപ്പിക്കാക്ക് ആണ്. ഇനി എപ്പിക്കാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഡ്രഗ് പഠിക്കുമ്പോൾ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു ക്ലാസ്സിൽ വരുന്ന ഒരു ഡ്രഗിനെ കുറിച്ച് നമ്മളൊരു ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ അതിൽ വരുന്ന എക്സാമ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ കോഗ്നിസിൽ പഠിക്കുന്നത് അല്ലേ? ഇതിൽ ഈ ആന്റി ഡിസെൻട്രിക് ഡ്രഗിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? എപ്പിക്കാക്യൂനയാണ്. ഇനി എപ്പിക്കാക്യൂനെ കുറിച്ച് നമ്മൾ പറയുന്നത് എപ്പിക്കാക്യൂനയുടെ സിനോണിം പറയുന്നത് എന്താണ്? എപ്പിക്കാക്ക് എന്നാണ്. സിനോണിം വരുന്നത് എന്താണ്? എപ്പിക്കാക്ക്. ബയോളജിക്കൽ സോഴ്സ് വരുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് റൂട്ട്സ് ആൻഡ് റൈസോംസ് ഓഫ് സെഫാലിസ് എപ്പിക്കാക്യൂന, സെഫാലിസ് അക്യുമിനേറ്റ ബിലോങ്ങിങ് ടു ദി ഫാമിലി റുബിയാസിയെ. ഓക്കെ, സെഫാലിസ് എപ്പിക്കാക്യൂന, സെഫാലിസ് അക്യുമിനേറ്റ. ഓക്കെ, അതായത് രണ്ട് വെറൈറ്റി പ്ലാന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിന്റെ ഡ്രൈഡ് റൂട്ട്സ് ആൻഡ് റൈസോംസ്, അതായത് അതിന്റെ വേര് ഉണക്കിയതും പിന്നെന്താണ് റൈസോംസ് എന്താ? അതിന്റെ ആ മുള അല്ലേ, മുളച്ച് വരുന്ന ആ ഭാഗം. ഓക്കെ, അതിന്റെ റൈസോംസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏത് വെറൈറ്റി പ്ലാന്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സെഫാലിസ് എപ്പിക്കാക്യൂന, സെഫാലിസ് അക്യുമിനേറ്റ എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി പ്ലാന്റിന്റെയും റൂട്ട്സ് ഉണക്കിയിട്ടും പിന്നെ റൈസോംസ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫാമിലി വരുന്നത് റുബിയാസി ആണ്. ഫാമിലി ഏതാ വരുന്നത്? റുബിയാസി. ഇത്രയും ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. അതായത് സെഫാലിസ് എപ്പിക്കാക്യൂന, പേര് കിട്ടിയില്ലേ? സെഫാലിസ് എപ്പിക്കാക്യൂന, സെഫാലിസ് അക്യുമിനേറ്റ, അങ്ങനെ രണ്ട് വെറൈറ്റിയുടെ റൂട്ട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഉണക്കും. അതും മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ റൈസോംസ് ഉണ്ടല്ലോ, അതിന്റെ മുളകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ കണ്ടില്ലേ? റൈസോംസിന്റെ പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. റൈസോംസ് എന്താ? അതിന്റെ ആ കൂമ്പ് കേട്ടോ. ഓക്കെ, അതിന്റെ റൈസോംസും കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. ഈ എപ്പിക്കാക്യൂന ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്? റുബിയാസിയെ ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, എപ്പിക്കാക്യൂന ക്ലിയർ അല്ലേ? ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ക്ലിയർ അല്ലേ? എപ്പിക്കാക്യൂനയുടെ സിനോണിം പറഞ്ഞത് എപ്പിക്കാക്ക് ആണ്. ഇതിന്റെ ഈ സെഫാലിസ് എപ്പിക്കാക്യൂന, സെഫാലിസ് അക്യുമിനേറ്റ എന്ന് പറഞ്ഞ രണ്ട് വെറൈറ്റി ചെടിയുടെ റൂട്ട്സ് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനെ ഉണക്കിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പിന്നെ അതിന്റെ റൈസോംസ് നമ്മൾ കളക്ട് ചെയ്തിട്ട് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫാമിലി വരുന്നത് ഇതിന്റെ റുബിയാസി എന്ന് പറഞ്ഞ ഫാമിലിയാണ് വരുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ ഇത് എന്താണ്? നമ്മൾ എപ്പിക്കാക്യൂനയുടെ ഫസ്റ്റ് നമ്മൾ ബ്രസീലിയൻ എപ്പിക്കാക്യൂന, അതായത് ഈ എപ്പിക്കാക്യൂനയിൽ പെട്ട ഒരു വെറൈറ്റിയാണ് ബ്രസീലിയൻ എപ്പിക്കാക്യൂന എന്ന് പറയുന്നത്. അതിന്റെ റൂട്ട്സും റൈസോംസും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു അല്ലേ? ഫസ്റ്റ് നമ്മൾ റൂട്ട്സിന്റെ കാര്യമാണ് പറയുന്നത്. റൂട്ട്സിന്റെ ആണ് കളർ വരുന്നത് എന്താ പറയുന്നത്? ഇതിന്റെ ഡാർക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ എന്താണ് ഇതിന്റെ കളർ വരുന്നത്? റൂട്ട്സിന്റെ കളർ എന്താ വരുന്നത്? ഡാർക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ്. ഇത് റൂട്ടിന്റെയും റൈസോമിന്റെയും ഉള്ള കാരണം, രണ്ടും കൂടി ഉള്ള കാരണം നമ്മൾ എക്സാമിന് ചോദിക്കില്ല. ഏതെങ്കിലും ഒരെണ്ണം ഉള്ളപ്പോഴാണ് ചോദിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിന്റെ കളർ വരുന്നത് ഡാർക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ ആണെങ്കിൽ പെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മങ്ങിയ ഒരു കളറാണുള്ളത്. ടേസ്റ്റ് ആണെങ്കിൽ ബിറ്റർ ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇതിന് ടേസ്റ്റ് ആണെങ്കിൽ ബിറ്റർ ആണ് വരുന്നത്. ബിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? കയ്പ് ടേസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ സൈസ് വരുന്നത് അപ് ടു 150 millimeter ഇൻ ലെങ്ത് ആണ് വരുന്നത്. ഏകദേശം എത്ര വരുന്നുണ്ട്?
150 മില്ലിമീറ്റർ ഇൻ ലെങ്ത് വരുന്നുണ്ട്. ഇതിന്റെ തിക്നെസ് വരുന്നത് എത്രയാണ് വരുന്നത്? 6 മില്ലിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, 6 മില്ലിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് വരുന്നുണ്ട്. ലെങ്ത് എത്രയാണ് വരുന്നത്? 150 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഷേപ്പ് ആണ്. ഷേപ്പ് എന്താ വരുന്നത്? റൂട്ട്സ് ആർ ഫൗണ്ട് ഇൻ ഫോർച്യൂൺ പീസസ്. ഇതിന്റെ റൂട്ട്സ് എന്താ കളർ? റൂട്ട്സ് എങ്ങനെയാ വരുന്നത്? ഫോർച്യൂൺ പീസസ് ആയിട്ടാണ് ഇതിന്റെ റൂട്ട്സ് കാണപ്പെടുന്നത്. ഫോർച്യൂൺ പീസസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫോർച്യൂൺ പീസസ് ആണ് നമ്മുടെ വേര് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അതിന്റെ വീതി ഒന്നും ഒപ്പമായിരിക്കില്ലല്ലോ, അതിനായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. കാരണം റൂട്ട്സ് ആ ഫൗണ്ട് ഇൻ ഫോർച്യൂൺ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മളിപ്പോൾ ചെറിയ ചെറിയ ഇപ്പോൾ വേര് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഓക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യുക റൂട്ട്സ് കാണപ്പെടുന്നത് അല്ലേ. ഫോർച്യൂൺ പീസസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിന്റെ ഷേപ്പ് ശരിക്കും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഒന്നുകൂടി നമുക്ക് നോക്കാം കേട്ടോ. ഇതിൻ്റെത് ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് അല്ലേ, ഒന്നും കൂടി നോക്കാം. നമ്മളിപ്പോൾ പറയുന്നത് റൂട്ട്സിനെ കുറിച്ചിട്ടാണ്. എപ്പിക്കാക്യുനയുടെ റൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ കളർ വരുന്നത് എന്താണ്? ഡാർക്ക് ബാർക്ക് റെഡ് ടു അതായത് കടും റെഡ് കളർ എന്നൊക്കെ പറയില്ലേ, ഒരു കാപ്പി കളറോട് കൂടി ഒരു റെഡ് കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കാണപ്പെടുന്നത് അല്ലേ. കളർ എന്ന് പറയുന്നത് എന്താ? ഡാർക്ക് ബാർക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഫെയിൻറ്റ്, മങ്ങിയൊരു മണം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ കയ്പ്പ് ടേസ്റ്റ് ആണുള്ളത്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം അപ് ടു എത്ര വരുന്നുണ്ട്? 150 മില്ലിമീറ്റർ ഇൻ ലെങ്ത്. 150 മില്ലിമീറ്റർ ഇതിന്റെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് എത്ര? 6 മില്ലിമീറ്റർ ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൂട്ട്സ് ആർ ഫൗണ്ട് ഇൻ ഫോർച്യൂൺ പീസസ് ആയിട്ടാണ് ഇതിന്റെ റൂട്ട്സിന്റെ ഷേപ്പ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റൈസോംസ് ആണ്. റൈസോംസിന്റെ കളർ വരുന്നത് ഏതാണ് വരുന്നത്? ബ്രിക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ്. ബ്രിക്ക് റെഡ് എന്ന് പറഞ്ഞാൽ ഏതാ കളർ വരുന്നത്? നമ്മുടെ ഇഷ്ടികയുടെ കളറാണ് വരുന്നത് കേട്ടോ, ചുവപ്പ് കളർ കേട്ടോ. റൈസോംസ് എന്താ കളർ വരുന്നത്? ബ്രിക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളർ തന്നെയാണ് വരുന്നത്. പിന്നെന്താ ഇതിന്റെ സൈസ് വരുന്നത്? എബൌട്ട് 2 മീറ്റർ ഇൻ ലെങ്ത്. ഏകദേശം എത്രയാണ് വരുന്നത്? 2 മില്ലിമീറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, 2 mm എന്നാണ് കേട്ടോ. ഏകദേശം ഈ റൈസോംസ് മുളയൊന്നും ഇപ്പോൾ 2 മീറ്റർ വരില്ല കേട്ടോ. ഏകദേശം 2 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ ആണ് വരിക. പിന്നെന്താണ്? ഷോർട്ട് ആണ്, ചെറുതാണ്. അറ്റാച്ച് ടു ദി റൂട്ട്സ്, ഇത് റൂട്ട്സിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ട്രിക്കൽ ആണ് അല്ലേ. സിലിണ്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? കുറ്റി കുറ്റി പോലെയായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, റൈസോംസിന്റെ ഒന്നും കൂടി പറയാം. റൈസോംസിന്റെ കളർ വരുന്നത് ബ്രിക്ക് റെഡ് ടു ഡാർക്ക് ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ സൈസ് വരുന്നത് ഏകദേശം 2 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ ആണ് വരുന്നത്. ഷോർട്ട്, ചെറുതാണ്. അറ്റാച്ച് ചെയ്ത് റൂട്ട്സ് ഇത് റൂട്ട്സിനായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ? സിലിണ്ട്രിക്കൽ ആണ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ് നോക്കാം. ആൽക്കലോയിഡ്സ് ഓഫ് എപ്പിക്കാക്യുന. എപ്പിക്കാക്യുനയിൽ എന്തുണ്ട്? ആൽക്കലോയിഡ്സ് ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ പ്ലാന്റ്സിലൊക്കെ എന്തുണ്ട്? ആൽക്കലോയിഡ്സ് ഉണ്ട്, ടാനിൻസ് ഉണ്ട്, ഫിക്സഡ് ഓയിൽസ് ഉണ്ട്, വോളട്ടൈൽ ഓയിൽസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ, കെമിക്കൽ നേച്ചർ ഓഫ് ഡ്രഗ്സ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ്സ് നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ കോക്കണോസിലെ? അതിലുണ്ട്. ഏതൊക്കെ ഉണ്ട്? ആൽക്കലോയിഡ്സ് ഉണ്ട്, ടാനിൻസ് ഉണ്ട്, ഫിക്സഡ് ഓയിൽസ് ഉണ്ട്, വോളട്ടൈൽ ഓയിൽസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ചെറിയ ചെടികളില്? അപ്പൊ ഇതില് എപ്പിക്കാക്യുനയിൽ എന്താ ഉള്ളത്? ആൽക്കലോയിഡ്സ് ആണുള്ളത് അല്ലേ. ആൽക്കലോയിഡ്സ് ഉണ്ട്. എമിറ്റിൻ ഉണ്ട്. എമിറ്റിൻ എന്താണ് ആ ഡ്രഗിന്റെ പേര്? എമിറ്റിൻ. സെഫാലിൻ എന്താണ്? സെഫാലിസ് എപ്പിക്കാക്യുന എന്നാണ് വെറൈറ്റിയുടെ പേര് അല്ലേ. അപ്പൊ ഇതിൽ കെമിക്കൽ കോൺസ്റ്റന്റ് ഏതാണ്? കെമിക്കൽ കോൺസ്റ്റന്റ് സെഫാലിൻ. എന്താണ്? പിന്നെ സൈക്കോട്രിൻ.
സൈക്കോട്രിൻ കിട്ടിയ സൈക്കോട്രിൻ. പിന്നെ സൈക്കോട്രിൻ മീഥൈൽ ഈതർ. സൈക്കോട്രിൻ മീഥൈൽ ഈതർ കിട്ടിയ പേര്. സൈക്കോട്രിൻ മീഥൈൽ ഈതർ എമിറ്റാമിൻ. എന്താണ്? എമിറ്റാമിൻ കിട്ടിയ. എമിറ്റാമിൻ. എപ്പിക്കാക്യൂനിക് ആസിഡ് എന്നാണ് കേട്ടോ. എപ്പിക്കാക്യൂന ആസിഡ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. എപ്പിക്കാക്യൂനിക് ആസിഡ് എന്നാണ് എപ്പിക്കാക്യൂനിക് ആസിഡ്. പിന്നെ ഗ്ലൈക്കോസൈഡ്. എപ്പിക്കാക്യൂനിക് ആസിഡ്. എപ്പിക്കാക്യൂനിക് ആസിഡ്. ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ. ഓക്കെ, ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ വരുന്നുണ്ട്. പിന്നെ സ്റ്റാർച്ച് വരുന്നുണ്ട്. കാൽഷ്യം ഓക്സലേറ്റ് വരുന്നുണ്ട്. ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ. എപ്പിക്കാക്യൂനിന്റെ ഗ്ലൈക്കോസൈഡ് വരുന്നുണ്ട് അല്ലെ, അതാണ് പറയുന്നത്. ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ, സ്റ്റാർച്ച്, കാൽഷ്യം ഓക്സലേറ്റ്. ഒന്നും കൂടി പറഞ്ഞു നോക്കാം നമുക്ക്. ആൽക്കലോയിഡ്സ് ഓഫ് എപ്പിക്കാക്യൂന. എപ്പിക്കാക്യൂനയുടെ ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്. എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്രിൻ, സൈക്കോട്രിൻ മീഥൈൽ ഈതർ, എമിറ്റാമിൻ, എപ്പിക്കാക്യൂനിക് ആസിഡ്, ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ, സ്റ്റാർച്ച്, കാൽഷ്യം ഓക്സലേറ്റ്. ഓക്കെ, എന്താണ്? ആൽക്കലോയിഡ്സ് ഓഫ് എപ്പിക്കാക്യൂന വരുന്നുണ്ട്. എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്രിൻ, സൈക്കോട്രിൻ മീഥൈൽ ഈതർ, എമിറ്റാമിൻ, എപ്പിക്കാക്യൂനിക് ആസിഡ്, ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ, ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ. ഓക്കെ, ഗ്ലൈക്കോസൈഡ് എപ്പിക്കാക്യൂനിൻ, സ്റ്റാർച്ച്, കാൽഷ്യം ഓക്സലേറ്റ്. പേര് ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? എപ്പിക്കാക്യൂന നമ്മൾ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു നോക്കാം. ഏതിനൊക്കെ യൂസ് ചെയ്യുന്ന എപ്പിക്കാക്യൂന? നമ്മൾ ആന്റി എമിറ്റിക് ഡ്രഗ് ആയിട്ട് അല്ലെ, എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എമിറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഛർദീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഡിസെൻട്രീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പെറ്റോറിന് ചുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എപ്പിക്കാക്യൂന യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എപ്പിക്കാക്യൂന യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ആസ് ആൻ എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? എമിറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ആസ് ആൻ ഡിസെൻട്രിയുടെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇതിലിപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാച്ചാല് ഡാഷ് ഡ്രഗ് റിലീവ് ഓർ പ്രിവെന്റ് ഡിസെൻട്രി. എന്താ ആൻസർ ആൻസർ ചെയ്താ? ഡാഷ് ഡ്രഗ് റിലീവ് ഓർ പ്രിവെന്റ് ഡിസെൻട്രി. എന്താടാ? ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. എപ്പിക്കാക്യൂനയാണോ? അല്ലടാ, ഡാഷ് ഡ്രഗ് റിലീവ് ഓർ പ്രിവെന്റ് ഡിസെൻട്രി. ഡിസെൻട്രീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണ്? ആന്റി ഡിസെൻട്രി ആണ്. ആന്റി ഡിസെൻട്രി ആണ്. ആന്റി ഡിസെൻട്രിക്. ഓക്കെ, ആന്റി ഡിസെൻട്രിക്സ് ആണ്. പിന്നെന്താണ്? പിന്നെ ഈ ഡ്രഗിന്റെ പേര് കൊടുത്തിട്ടില്ലേ? ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് ഡിസെൻട്രി. ഏത് ഡ്രഗാണ് നമ്മൾ ഡിസെൻട്രി ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാ? എപ്പിക്കാക്യൂന അല്ലേ. സോഗണോസിൽ പറയുകയാണെങ്കിൽ നമ്മൾ എപ്പിക്കാക്യൂന ആണ് യൂസ് ചെയ്യുക. ആയുർവേദ അല്ലേ, എപ്പിക്കാക്യൂന ആണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെന്താണ്? വാട്ട് ഈസ് ദ സിനോണിം ഓഫ് എപ്പിക്കാക്യൂന? വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് എപ്പിക്കാക്യൂന? Rubiaceae. What is the taste of epicacuena? Bitter. Cephalin is the chemical constant of dash is the chemical constant of epicacuena. Options പറയാം. ആൽക്കലോയിഡ് വേണ്ട, ടാനിൻ, സെഫാലിൻ. പിന്നെ വേറെ ഏതെങ്കിലും രണ്ടെണ്ണം തന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആൻസർ എഴുതാ? സെഫാലിൻ എഴുതണം അല്ലേ, നമ്മൾ എപ്പിക്കാക്യൂനയിലുള്ള കെമിക്കൽ കോൺസ്റ്റന്റ്. പിന്നെ ഇതിന്റെ യൂസസിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ചോദിക്കാനില്ല. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ? ആന്റി ഡിസെൻട്രിക് ഡ്രഗ്സ് ക്ലിയർ അല്ലേ? അതാ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ശ്രദ്ധിച്ചില്ലായിരിക്കും.
ഡാഷ് ഡ്രഗ് റിലീവ് ഓർ പ്രിവെന്റ് ഡിസെൻട്രി. ആ ഓക്കെ ഓക്കെ ഡിസെൻട്രി. ഓക്കെ. ആ എടുത്തു. ഓക്കെ. ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് അല്ലേ? ആന്റിസെപ്റ്റിക് ആയാലും ഡിസിൻഫെക്റ്റ് ആയാലും നമുക്കറിയാം അല്ലേ, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻ തടയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് അല്ലേ? ഓക്കെ. ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. 12ാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ. ആന്റിസെപ്റ്റിക്സ് ആർ ദി കെമിക്കൽ സ്റ്റെറിലൈസിങ് സബ്സ്റ്റൻസ്. ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് കെമിക്കൽ സ്റ്റെറിലൈസിങ് സബ്സ്റ്റൻസ്. സ്റ്റെറിലൈസ് ചെയ്യാൻ എന്താ? വൃത്തിയാക്കുക അല്ലെങ്കിൽ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ, പ്യൂരിഫൈ ചെയ്യാനുള്ള അവസ്ഥ തന്നെയാണ് വരുന്നത് അല്ലേ, സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് കെമിക്കലി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. വിച്ച് ആർ യൂസ്ഡ് ടു കിൽ പാത്തോജനിക് മൈക്രോബ്സ് ഓർ പ്രിവെൻഷൻ ഓർ ഓഫ് ദെയർ ഗ്രോത്ത്. ഒന്നിക്കെ എന്താണ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് അല്ലേ. മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആന്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ? ഡിസിൻഫെക്റ്റന്റിനെ കുറിച്ചാണ്. ഡിസിൻഫെക്റ്റന്റ് എന്താ ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ഡിസ്ട്രക്ഷൻ ഓർ ടു മേക്ക് സർഫസ് ഫ്രീ ഫ്രം പാത്തോജനിക് മൈക്രോ ഓർഗാനിസം. ഓക്കെ. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നശിപ്പിക്കുക അല്ലേ, അതാണ് പറയുന്നത്. ഡിസിൻഫെക്റ്റന്റ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ചെയ്യാന്നതാ, സൂചിപ്പിക്കുക അല്ലെ. ഡിസിൻഫെക്റ്റന്റ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഡിസ്ട്രക്ഷൻ ഓർ ഒന്നിക്ക നശിപ്പിക്കുക, അല്ലെങ്കിൽ ടു മേക്ക് ദ സർഫസ് ഫ്രീ ഫ്രം പാത്തോജനിക് മൈക്രോ ഓർഗാനിസം. സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതലം മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ ആ പ്രതലത്തിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. Therefore the substance which kill bacteria and their spores. അതായത് സർഫസ് ബാക്ടീരിയയിൽ നിന്ന് ഫ്രീ ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ, ഒന്നിക്കെ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നുണ്ട്, അതിന്റെ സ്പോർട്സിനെ ഒക്കെ നശിപ്പിക്കാൻ കഴിവുള്ളതാണ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ഡെറ്റോളൊക്കെ നമ്മളെ ഫ്ലോർ തുടയ്ക്കുമ്പോൾ ഡെറ്റോളൊക്കെ ഒഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ബാക്ടീരിയ ആയാലും അതിന്റെ സ്പോർട്സ് ആയാലും ഒക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡെറ്റോൾ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കുന്നത്? അതായത് മൈക്രോ ഓർഗാനിസ് ആയാലും അതിന്റെ സ്പോർട്സ് ആയാലും ഒക്കെ നമ്മുടെ ഫ്ലോറിൽ നിന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഡെറ്റോൾ എന്താണ്? ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റിൽ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഡെറ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ. മൈക്രോ ഓർഗാനിസത്തിനെ പ്രതലത്തിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിന്റെ എക്സിനെയൊക്കെ റിമൂവ് ചെയ്യാനും നശിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത് കെമിക്കലി സ്റ്റെറിലൈസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഗ്രോത്തിനെ തടയുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിസിൻഫെക്റ്റന്റിനെ കുറിച്ചാണ്. ഡിസിൻഫെക്റ്റന്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതായത് എന്താ, ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിക്കെ മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ സർഫസിൽ നിന്നും മൈക്രോ ഓർഗാനിസത്തിനെയും അതിന്റെ മുട്ടേനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സ്പോർട്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കില്ല് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസിൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ. രണ്ടും ഏകദേശം സെയിം തന്നെയാണ് അല്ലേ. എന്താണ്? മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ആയാലും തടയുന്നുണ്ട്, അതിന്റെ സ്പോർട്സിനെ ആയാലും മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആന്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റിൽ വരുന്ന ഡ്രഗാണ് ടർമറിക്, പിന്നെ ബെൻസോയിൻ. അങ്ങനെ 2 ഡ്രഗുകളാണ് നമ്മൾ എന്തിൽ പഠിക്കാനുള്ളത്? ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റിൽ പഠിക്കാൻ നമുക്ക് 2 ഡ്രഗുകളാണ് ഉള്ളത് അല്ലേ? ഏതൊക്കെ വരുന്നത്? ടർമറിക്കും വരുന്നുണ്ട്, ബെൻസോയിനും വരുന്നുണ്ട്. ഇനി ടർമറിക്കിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ടർമറിക് എന്താ? മഞ്ഞളാണ്. ഓക്കെ. മഞ്ഞളുടെ സിനോണിം എന്താ വരുന്നത്? ഹൽദി അല്ലെങ്കിൽ ഇന്ത്യൻ സാഫ്രോൺ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? സിനോണിം മഞ്ഞളുടെ ടർമറിക്കിന്റെ സിനോണിം എന്തെന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സാഫ്രോൺ അല്ലെങ്കിൽ ഹൽദി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സാഫ്രോൺ അല്ലെങ്കിൽ ഹൽദി എന്നാണ് മഞ്ഞൾ അറിയപ്പെടുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ടർമറിക് കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ആസ് വെൽ ആസ് ഫ്രഷ് റൈസോംസ് ഓഫ് പ്ലാന്റ്സ് നോൺ ആസ് കുർക്കുമ ലോങ്കാലിൻ ബിലോങ്ങിങ് ടു ദി ഫാമിലി സിഞ്ചിബറാസിയെ. അതായത് നമ്മൾ മഞ്ഞൾ എന്ത് ചെയ്യുന്നുണ്ട്? മഞ്ഞൾ എന്ന് പറയുന്നത് എന്താ? റൈസോം തന്നെയാണ് അല്ലെ? അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോകുന്ന റൈസോംസ് എന്താ? മുളച്ച് പുതുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടല്ലേ വരുന്നത്? ഓക്കെ. അതായത് ഈ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു റൈസോം തന്നെയാണ്. റൈസോമിന്റെ ഫ്രഷ് ആയതും ഉണക്കിയിട്ട് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഏത് വെറൈറ്റിയുടെ റൈസോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക വെച്ചാൽ കുർക്കുമ ലോങ്കാലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ കുർക്കുമ ലോങ്കാലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ റൈസോംസ് ആണ് നമ്മൾ മഞ്ഞളുടെ ടർമറിക് റൈസോംസ് ആണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുക മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഫാമിലി വരുന്നത് സിഞ്ചിബറാസിയാണ്. ഫാമിലി വരുന്നത് സിഞ്ചിബറാസിയാണ് ഫാമിലി വരുന്നത്. ഓക്കെ. അതായത് ടർമറിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടർമറിക്കിന്റെ റൈസോംസ് ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ? ഇത് നമ്മൾ ഉണക്കിയിട്ടും ഫ്രഷ് ആയിട്ടൊക്കെ നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുർക്കുമ ലോങ്കാലിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെയാണ് കൂടുതലായിട്ട് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വെറൈറ്റി എന്ന് പറയുന്നത് കുർക്കുമ ലോങ്കാലിൻ ആണ്. ഇതിന്റെ ഫാമിലി വരുന്നത് ടർമറിക്കിന്റെ ഫാമിലി വരുന്നത് ഏതാണ്? സിഞ്ചിബറാസിയാണ് ഫാമിലി വരുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇതിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി യെല്ലോയിഷ് അല്ലെങ്കിൽ യെല്ലോയിഷ് ബ്രൗൺ. ഇതിന്റെ പുറമെ നോക്കുകയാണെങ്കിൽ എന്താണ്? യെല്ലോ കളർ വരുന്നത് എന്താണ്? പുറമത്തെ കളർ യെല്ലോ ടു യെല്ലോയിഷ് ബ്രൗൺ ആണ് പുറമെ വരുന്നത്. യെല്ലോയിഷ് ടു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് പുറമെ വരുന്നത്. ഇതിന്റെ ഉൾഭാഗമാണ് കളർ എന്താ വരുന്നത്? യെല്ലോയിഷ് ഓറഞ്ച് ടു ഓറഞ്ച് കളറാണ് വരുന്നത്. യെല്ലോയിഷ് ഓറഞ്ച് ടു ഓറഞ്ച് കളറാണ് ഉള്ളിലത്തെ കളർ വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്ന ഓർഡറിന്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട് കേട്ടോ. ഓർഡറിന്റെ ODOUR ആണ്, അറിയാലോ അല്ലേ? ഓക്കെ. ഓർഡർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഈ മഞ്ഞളിൻ്റെതായ ഒരു സ്മെല്ലുണ്ട് അല്ലേ? ഓക്കെ. മഞ്ഞൾ നമ്മൾ കണ്ടില്ലെങ്കിൽ അതിന്റെ മണം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലേ? അത് മഞ്ഞളാണെന്ന്. മഞ്ഞളിൻ്റെതായ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ലൈറ്റ്ലി ബിറ്റർ ആണ്. നേരിയ തോതിലുള്ള ഒരു കയ്പ് ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്താ? 2 to 5 സെന്റിമീറ്റർ ഇൻ ലെങ്ത്. ഓക്കെ. 2 തൊട്ടിട്ട് 5 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. വീതി എന്ന് പറയുന്നത് എത്രയാ? 1 മുതൽ 2 സെന്റിമീറ്റർ വരെയാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്, കട്ടി വരുന്നത് അല്ലേ? നീളം വരുന്നത് എത്രയാണ്? 2 മുതൽ 5 സെന്റിമീറ്റർ വരെ നീളം വരുന്നുണ്ട്. ഇതിന്റെ വീതി അല്ലെങ്കിൽ തിക്നെസ് എത്രയാ വരുന്നത്? 1 to 2 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ ഈ റൈസോംസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒവേറ്റ് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പ് ആണ് വരുന്നത്. ഒവേറ്റ് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പ്. ഒവേറ്റിന്റെ സ്പെല്ലിംഗ് ഐ ഇല്ല കേട്ടാ. ഓക്കെ. ഒവേറ്റ് ഓർ ഒബ്ലോങ് ഷേപ്പ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. എന്തൊക്കെയാണ് ടർമറിക്കിൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നത്? റെസിൻ ഉണ്ട്. റെസിൻ, ടർമറോൺ, ജിഞ്ചിബെറിൻ, ബോർണിയോൾ, കാപ്രിലിക് ആസിഡ്, ടർമറിക് ഓയിൽ. ഓക്കെ. ഇതൊക്കെ എന്തൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് ടർമറിക്കിൽ ഉള്ളത് നോക്കാം. റെസിൻ, ടർമറോൺ, ജിഞ്ചിബെറിൻ, ബോർണിയോൾ, കാപ്രിലിക് ആസിഡ്, ടർമറിക് ഓയിൽ. ഓക്കെ. ഇതൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് വരുന്നത്. കിട്ടിയില്ലേ? കെമിക്കൽ കോൺസ്റ്റൻസ് വായിക്കാൻ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. റെസിൻ, ടർമറോൺ, ജിഞ്ചിബെറിൻ, ബോർണിയോൾ, കാപ്രിലിക് ആസിഡ്, ടർമറിക് ഓയിൽ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ഉപയോഗമാണ് പറയുന്നത്, യൂസസ് ആണ് പറയുന്നത്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ കിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ആന്റിസെപ്റ്റിക് പറയുന്നത്. പിന്നെ ടർമറിക് എക്സ്പെറ്റോറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ചുമയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ എന്താണ്? കളറിങ് ഏജന്റ് ആണ് അല്ലേ? എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കളർ കൊടുക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ എന്താണ്? ഓയിൻമെന്റ്സിലും ക്രീമിലൊക്കെ യൂസ് ചെയ്യുന്നത്.
ഓയിൻമെന്റ്സിലും ക്രീംസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ടർമറിക് യൂസ് ചെയ്യുന്നുണ്ട്. ടർമറിക്. നെക്സ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത് ബെൻസോയിൻ ആണ്. ബെൻസോയിന്റെ സിനോണിം പറയുന്നത് എന്താണ്? സുമാത്ര ബെൻസോയിൻ വരുന്നുണ്ട്, ലോബൻ, പിന്നെന്താണ് ഗംബെൻസോയിൻ. അങ്ങനെ 3 പേരിലാണ് അറിയപ്പെടുന്നത്. സുമാത്ര ബെൻസോയിൻ വരുന്നുണ്ട്, ലോബൻ, പിന്നെന്താണ് ഗംബെൻസോയിൻ. അങ്ങനെ 3 പേരുകളാണുള്ളത്. ബെൻസോയിൻ എത്ര പേരുകളുണ്ട്? 3 സിനോണിംസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാ വരുന്നത്? സുമാത്ര ബെൻസോയിൻ, ലോബൻ, ഗംബെൻസോയിൻ. ബെൻസോയിൻ. ഓക്കെ. ബെൻസോയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു പശ പോലത്തെ സാധനമാണ് അല്ലേ? കണ്ടിട്ടുണ്ടോ പിക്ചർ? ബെൻസോയിന്റെ പിക്ചർ സാമ്പ്രാണി നമ്മൾ പറഞ്ഞത് സാമ്പ്രാണി. സാമ്പ്രാണി എന്ന് പറഞ്ഞില്ലേ? കണ്ടില്ലേ? ബെൻസോയിന്റെ പിക്ചർ കണ്ടില്ലേ? കണ്ടു. ഓക്കെ. ബെൻസോയിൻ നോക്കാം നമുക്ക്. സുമാത്ര ബെൻസോയിൻ വരുന്നുണ്ട്, ലോബൻ വരുന്നുണ്ട്, പിന്നെ ഗംബെൻസോയിൻ. അങ്ങനെ 3 സിനോണിമാണ് ബെൻസോയിൻ ഉള്ളത് അല്ലേ? ബെൻസോയിന്റെ ഏതൊക്കെ പേര് വരുന്നു? സുമാത്ര ബെൻസോയിൻ വരുന്നുണ്ട്, ലോബൻ വരുന്നുണ്ട്, ഗംബെൻസോയിൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് അല്ലേ? ബെൻസോയിൻ ഈസ് എ ബാൾസമിക് റെസിൻ ആണ്, ഒരു റെസിൻ ആണ്. റെസിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ നീര് അല്ലേ? ഒരു പശ പോലത്തെ ഒരു സംഭവമാണ് അല്ലേ? റെസിൻ എന്ന് പറയുന്നത് ഒബ്റ്റൈൻഡ് ഫ്രം ഏത് വെറൈറ്റി പ്ലാന്റ് ആണ്? സ്റ്റൈറാക്സ് ബെൻസോയിൻ. സ്റ്റൈറാക്സ് ബെൻസോയിന്റെ റെസിൻ ആണ് നമ്മൾ, ബാൾസമിക് റെസിൻ ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലേ? ഫാമിലി വരുന്നത് സ്റ്റൈറാസിയെ എന്ന് പറഞ്ഞ ഫാമിലിയാണ് വരുന്നത്. ഫാമിലി ഏതാണ് വരുന്നത്? സ്റ്റൈറാസിയെ. ഓക്കെ. അതായത് ബെൻസോയിൻ എന്ന് പറയുന്നത് ഒരു ബാൾസമിക് റെസിൻ ആണ്. ഏത് പ്ലാന്റ് വെറൈറ്റി എന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റ് നിന്നാണ് നമ്മൾ ഈ ബാൾസമിക് റെസിൻ കളക്ട് ചെയ്യുന്നത്. ബിലോങ് ടു ദി ഫാമിലി വരുന്നത് സ്റ്റൈറാസിയെ ആണ് ഫാമിലി വരുന്നത്. ഫാമിലി വരുന്നത് സ്റ്റൈറാസിയെ. കിട്ടിയില്ലേ? ബാൾസമിക് റെസിൻ ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏതാ വെറൈറ്റി? സ്റ്റൈറാക്സ് ബെൻസോയിൻ ആണ് വെറൈറ്റി വരുന്നത്. ഫാമിലി വരുന്നത് സ്റ്റൈറാസിയെ ആണ് ഫാമിലി വരുന്നത്. ഓക്കെ. ഒന്നും കൂടി പറയാം. ഓക്കെ. ബെൻസോയിന്റെ സിനോണിം 3 പറഞ്ഞു അല്ലേ? നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? സുമാത്ര ബെൻസോയിൻ പറഞ്ഞു, ലോബൻ പറഞ്ഞു, ഗംബെൻസോയിൻ. ഓക്കെ. അങ്ങനെ 3 സിനോണിം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. ഓക്കെ. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏത് ഭാഗമാണ്? ഇതിന്റെ ഏത് ഭാഗമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഇതിന്റെ റെസിൻ ആണ് അല്ലേ? റെസിൻ എന്ന് പറഞ്ഞാൽ ബാൾസമിക് റെസിൻ ആണ്. ബാൾസമിക് റെസിൻ എന്ന് പറഞ്ഞാൽ അതിന്ന് കിട്ടുന്ന പശയാണ് അല്ലേ? പശയാണ് നമുക്ക് ആ ചെടിയിൽ നിന്ന് കിട്ടുന്ന, അതായത് സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റ്. ഏതാ വെറൈറ്റി? സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി. സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ബാൾസമിക് റെസിൻ ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് സ്റ്റൈറാസിയെ. ഓക്കെ. ഏത് വെറൈറ്റി പ്ലാന്റ് നിന്നാണ് നമ്മൾ ബാൾസമിക് റെസിൻ കളക്ട് ചെയ്യുന്നത്? സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി. സ്റ്റൈറാക്സ് ബെൻസോയിൻ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിൽ നിന്നും ബാൾസമിക് റെസിൻ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ ബാൾസമിക് റെസിൻ ആണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഫാമിലി വരുന്നത് സ്റ്റൈറാസിയെ ആണ് ഫാമിലി വരുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ.
ഇത് ബെൻസോയിൻ തന്നെ 2 തരത്തിലുണ്ട്. സുമാത്ര ബെൻസോയിനും വരുന്നുണ്ട്, സിയാം ബെൻസോയിനും വരുന്നുണ്ട്. ഓക്കെ, സുമാത്ര ബെൻസോയിനും വരുന്നുണ്ട്, സിയാം ബെൻസോയിനും വരുന്നുണ്ട്. സുമാത്ര ബെൻസോയിന്റെ കളർ വരുന്നത് ഏതാ കളർ വരുന്നത്? ഗ്രേയിഷ് ബ്രൗൺ ഓർ ഗ്രേ കളറാണ് വരുന്നത്. ഓക്കെ, സുമാത്ര ബെൻസോയിന്റെ കളർ എന്താ വരുന്നത്? ഗ്രേയിഷ് ബ്രൗൺ ബ്രൗൺ ഓർ ഗ്രേ കളറാണ്. നമ്മൾ പിക്ചർ കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടു അല്ലേ? ഒന്ന് എന്താണ് നല്ല കളർ കുറഞ്ഞത് കണ്ടു, ഇത്തിരി ഡാർക്ക് ആയിട്ടുള്ള കളറും കണ്ടു അല്ലേ? നമ്മൾ പിക്ചറിൽ ശ്രദ്ധിച്ചിരുന്നോ നിങ്ങൾ? ശ്രദ്ധിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. സുമാത്ര ബെൻസോയിന്റെ കളർ വരുന്നത് ഗ്രേയിഷ് ബ്രൗൺ ഓർ ഗ്രേ കളറാണ് വരുന്നത്. ഓക്കെ, സുമാത്ര ബെൻസോയിന്റെ കളർ എങ്ങനെ വരുന്നത്? ഗ്രേയിഷ് ബ്രൗൺ ഓർ ഗ്രേ കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ വരുന്നത് ആരോമാറ്റിക് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നല്ല സ്മെൽ ഉണ്ട് അല്ലേ? അതായത് സുമാത്ര ബെൻസോയിന്റെ മണം വരുന്നത് എങ്ങനെയാണ്? മണം വരുന്നത് എങ്ങനെയാ? ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട്. ഓക്കെ, ആൻഡ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ടേസ്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റിഷ് ആൻഡ് സ്ലൈറ്റ്ലി ആക്രിഡ്, ചെറിയൊരു മധുരമുണ്ട്. സ്വീറ്റിഷ് എന്താ? മധുരമുള്ളതാണ്. സ്ലൈറ്റ്ലി ആക്രിഡ്, നേരിയ തോതിലൊരു ചവർപ്പുണ്ട്. ഓക്കെ ഓക്കെ. സുമാത്ര ബെൻസോയിൻ ഒന്നും കൂടി പറയാം. സുമാത്ര ബെൻസോയിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രേയിഷ് ബ്രൗൺ ഓർ ഗ്രേ കളറാണ് വരുന്നത്. ഇതിന്റെ മണം എന്ന് പറയുന്നത് ആരോമാറ്റിക്, നല്ല സ്മെല്ലുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. പിന്നെന്താ പറയുന്നത്? ഇതിന്റെ ടേസ്റ്റ് ആണ് പറയുന്നത് സ്വീറ്റിഷ് ആണ്. സ്വീറ്റിഷ് എന്ന് പറഞ്ഞാൽ മധുരമുണ്ട്, ഒരു നേരിയ രീതിയിൽ എന്തുണ്ട്? ഒരു ചവർപ്പുമുണ്ട്. നേരിയ തോതിൽ എന്തുണ്ട്? ചവർപ്പുമുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിയാം ബെൻസോയിൻ ആണ്. സിയാം ബെൻസോയിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു ഡൾ ബ്രൗൺ ആണ്. ഡൾ എന്ന് പറഞ്ഞാൽ എന്താ? മങ്ങിയതായിട്ടുള്ളത് അല്ലേ? ഓക്കെ, അതായത് ഇതിന്റെ ഈ സിയാം ബെൻസോയിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു ഡൾ ബ്രൗൺ കളറാണ് വരുന്നത്. യെല്ലോയിഷ് ബ്രൗൺ ടു ഡൾ ബ്രൗൺ ആണ് കളർ വരുന്നത്. ഓർഡർ എന്ന് പറയുന്നത് അഗ്രിയബിൾ ആൻഡ് വാനില ലൈക്ക് ആണ്. ഓക്കെ, ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അഗ്രിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് യോജിക്കാൻ പറ്റുന്നത് അല്ലേ? ആൻഡ് വാനില ലൈക്ക്, വാനിലയുടെ പോലത്തെ സ്മെല്ലാണുള്ളത്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റിഷ് ആൻഡ് സ്ലൈറ്റ്ലി ആക്രിഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സുമാത്ര ബെൻസോയിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സിയാം ബെൻസോയിന്റെ കേസ് അല്ലേ? എന്താണ്? മധുരമുണ്ട്, ഒരു നേരിയ തോതിൽ ചവർപ്പുമുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, സിയാം ബെൻസോയിന്റെ കളർ വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു ഡൾ ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് അഗ്രിയബിൾ, നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ്. വാനില പോലത്തെ സ്മെല്ലാണുള്ളത്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റിഷ് ആണ്, പിന്നെ ചെറിയ തോതിലുള്ള ഒരു സ്ലൈറ്റ്ലി ആക്രിഡ് ചവർപ്പുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് കെമിക്കൽ കോൺസ്റ്റൻസ് ഉള്ളതെന്നാണ് പറയുന്നത്. ബാൾസമിക് ആസിഡ്, എന്താണ് ഫസ്റ്റ് പറയുന്നത്? ബാൾസമിക് ആസിഡ് വരുന്നുണ്ട്, ബെൻസോയിക് ആസിഡ് വരുന്നുണ്ട്, സിന്നമിക് ആസിഡ് വരുന്നുണ്ട്, ട്രൈടെർപിനോയിഡ് വരുന്നുണ്ട്, സുമാറിസിനോളിക് ആസിഡ് വരുന്നുണ്ട്, സിയാറിസിനോളിക് ആസിഡ് വരുന്നുണ്ട്. ഓക്കെ, കെമിക്കൽ കോൺസ്റ്റൻസ് ഒന്നും കൂടി നോക്കൂ. ബാൾസമിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, സിന്നമിക് ആസിഡ്, ട്രൈടെർപിനോയിഡ്. എന്താണ്? ട്രൈടെർപിനോയിഡ്, സുമാറിസിനോളിക് ആസിഡ്, സിയാറിസിനോളിക് ആസിഡ്. സുമാറിസിനോളിക് ആസിഡ്, സിയാറിസിനോളിക് ആസിഡ്. ഒന്ന് വായിച്ചേ. വായിക്കാൻ കിട്ടുന്നില്ലേ കെമിക്കൽ കോൺസ്റ്റൻസ്? ബാൽസമിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, സിനാമിക് ആസിഡ്, ട്രൈടെർപെനോയിക് ആസിഡ്, സുമാറെസിലോണിക് ആസിഡ്, സിയാറെസിലോണിക് ആസിഡ്. ഓക്കെ, ഇനി ഇതിന്റെ യൂസസ് നോക്കാം. ഇത് ക്ലിയർ അല്ലേ? വായിക്കാൻ കിട്ടാത്തവരാരും ഇല്ലല്ലോ? കെമിക്കൽ കോൺസ്റ്റന്റ് ഓക്കെ. ഈ യൂസസ് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഇറിറ്റേറ്റിംഗ് എക്സ്പെക്ടോറന്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ? അതായത് ചുമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാർബണേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്മെല്ലിനും പിന്നെ എന്താണ് പറയുന്നത്? ഡൈജഷൻ എന്നതാണ്. നമ്മൾ കാർബണേറ്റീവ്സ് വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കൂലേ? ഡൈജഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് കാർബണേറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഡയൂററ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യും. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? മൈക്രോ ഗ്രോത്ത്, അതിനെ ചെയ്യാനും അതിന്റെ ഗ്രോത്ത് തടയാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോട്ടിങ് പോലെ ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നുള്ള അർത്ഥമുള്ളൂ. ഇപ്പോൾ മൈക്രോ ഓർഗാനിസം ഒരു പ്രൊട്ടക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. അതായത് എന്താണ്? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സോപ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, പെർഫ്യൂംസിൽ യൂസ് ചെയ്യുന്നുണ്ട്, കോസ്മെറ്റിക്സിലും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബെൻസോയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ബെൻസോയിൻ എന്ന് പറയുന്നത് ഒരു ഇറിറ്റേറ്റിംഗ് എക്സ്പെക്ടോറന്റ് ആണ്, കാർമിനേറ്റീവ് ആണ്. കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൈജഷന് സഹായിക്കുന്നുണ്ട് അല്ലേ. ഡയൂറിറ്റിക് എന്ന് പറഞ്ഞാൽ യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് തടയാൻ വേണ്ടി അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സംരക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ, സംരക്ഷണം തരുന്നുണ്ട്. മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, സോപ്സിനും പെർഫോംസും ഓക്കെ, സോപ്സിന്റെയും പെർഫ്യൂംസിന്റെയും കോസ്മെറ്റിക്സിന്റെയും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോപ്പ്, പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ബെൻസോയിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയറാ. ഓക്കെ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മൾ ഡാഷ് ആർ ദി കെമിക്കൽ സ്റ്റെറിലൈസിംഗ് സബ്സ്റ്റൻസ് വിച്ച് ആർ യൂസ്ഡ് ടു കിൽ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ഓർ പ്രിവെന്റ് ഓഫ് ദെയർ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എഴുതാ, ആന്റിസെപ്റ്റിക് മാത്രമാണ് ആന്റിസെപ്റ്റിക് എഴുതുക അല്ലെ, ആന്റിസെപ്റ്റിക് എഴുതുക. ഇപ്പൊ ഡിസിൻഫെക്റ്റന്റ് തന്നു വെച്ചെങ്കിൽ വേറെ ഒന്നും തന്നിട്ടില്ല, ഡിസിൻഫെക്റ്റന്റ് മാത്രമാണെങ്കിൽ ഡിസിൻഫെക്റ്റന്റ് ആയാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. അതായത് രണ്ടും നമ്മൾ എന്തിനു വേണ്ട, മൈക്രോ ഓർഗാനിസത്തിന്റെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ, കെമിക്കലി സ്റ്റെറിലൈസിംഗ് സബ്സ്റ്റൻസ് ആണ്. പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നുണ്ട്, പാത്തോജനിക് മൈക്രോ ഓർഗാനിസം തടയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡിസിൻഫെക്റ്റന്റ് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ ഓർഗാനിസത്ത് ഇല്ലാണ്ട് ക്ലിയർ ആക്കി തരുന്നുണ്ട് അല്ലേ. അതായത് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ സ്പോർസിനെ വരെ അല്ലേ, അതായത് ബാക്ടീരിയ ഫോമിൽ എത്തുന്നതിനേക്കാളും മുന്നേ അത് സ്പോർസുകളായിട്ടാണ് ഉണ്ടാവുക അല്ലേ. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ, തവളയുടെ ഒക്കെ വാൽമാക്രിയൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ബാക്ടീരിയ രൂപം കൊള്ളണേക്കാളും മുന്നുള്ള ഭാഗത്ത് നമ്മള് എന്താണ് ഇന്ത്യ അല്ലെങ്കിൽ ഹൽദി ഇസ് ദ സിനോണിം ഓഫ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നു കഴിഞ്ഞാൽ എന്ത് എഴുതുക, ഹൽദി ഇസ് ദ സിനോണിം ഓഫ് ഹൽദി ഇസ് ദ സിനോണിം ഓഫ് ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് എഴുതുക, ടെർമറിക്കിന്റെ ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടെർമറിക്കിന്റെ ഫാമിലി എന്താ, സിഞ്ചിബെറാസി ആണ്. സിഞ്ചിബെറിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്, സിഞ്ചിബെറിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ്, ടെർമറിക്. What is the family of Tyraceae? അല്ല, what is the family of benzoin? Tyraceae ആണ്. Tyraceae. Cr-resinolic acid is the chemical constant of dash. Cr-resinolic acid is the chemical constant of dash. Benzoin ആണ്. ഓക്കെ. Benzoin ആണ്. ഓക്കെ, കറക്റ്റ്. ഇനി അടുത്ത് നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ പഠിക്കണില്ലേ, ക്ലാസ് എടുക്കണതിന്റെ ഒപ്പം എല്ലാവരും പഠിക്കുന്നുണ്ട്. ഓക്കെ.
അടുത്ത ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ ആന്റി മലേറിയൽസ് ആണ്. മലേറിയ നമുക്കറിയാം അല്ലേ? മലേറിയ എന്താ? മലമ്പനി. മലമ്പനിയാണ്. കഠിനമായിട്ടുള്ള ഒരു പനി ഉണ്ടാവും അല്ലേ? നമുക്ക് വിറയലോട് കൂടിയുള്ള പനിയൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, അതാണ് പറയുന്നത്. ദ ഡിസീസ് ഷോസ് ദ പീരിയോഡിക് സിംറ്റംസ് ലൈക്ക് ഈ മലേറിയ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് കാണിക്കുക? ഷിവറിങ്, വിറയലുണ്ടാവും, ഫീവർ ഉണ്ടായിരിക്കും, സ്വെറ്റിംഗ് എന്താ നല്ലപോലെ വയർക്കും അല്ലേ? ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ. മലേറിയ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആന്റി മലേറിയൽസ് എന്ന് പറയുന്നത്. മലേറിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി മലേറിയൽസ് എന്ന് പറയുന്നത്. ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മലേറിയ. മലേറിയക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി മലേറിയൽസ് എന്ന് പറയുന്നത്. മലേറിയ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസാണ് കാണിക്കുക? നമുക്ക് ഷിവറിങ് ഉണ്ടായിരിക്കും, ഫീവർ ഉണ്ടായിരിക്കും, സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ. ഇതിൽ വരുന്ന ഡ്രഗാണ് സിങ്കോണ. ആകെ ഒരു ഡ്രഗ് തന്നെയുള്ളൂ, സിങ്കോണ. സിങ്കോണയുടെ മലയാളം പറയുന്നത് കൊയ്നാമരപ്പട്ട അല്ലെങ്കിൽ കൊയ്നാമരം എന്നൊക്കെ പറയുന്നുണ്ട് ഇവര്. കൊയ്നാമരം കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കൊയ്നാമരം ഇല്ല അല്ലേ? കൊയ്നാമരം. സിങ്കോണയുടെ മലയാളം വരുന്നത് എന്താ? കൊയ്നാമരം. ഇതിന്റെ പിക്ചറാണിത് കേട്ടാ. സിങ്കോണയുടെ പിക്ചർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ. ഇനി ഈ മാസം എക്സാം ഉണ്ടാവോ? നമ്മുടെ ഇന്നിപ്പോ എന്തായി? ഈ മാസം ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എക്സാമിനെ കുറിച്ച്. നമ്മൾ ഈ കോക്കണസി കഴിഞ്ഞിട്ട് കോക്കണസി മാക്സിമം വേഗത്തിൽ തീർക്കുന്നുണ്ട്. അതിന്റെ ഒരു റിവിഷനും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസം തന്നെ സ്റ്റഡി ലീവ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ എക്സാം ആയിരിക്കും. പിന്നെ എക്സാമിന്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഒരു എക്സാം നടത്തിയിട്ടുണ്ടല്ലോ, അതൊക്കെ പോലത്തെ മോഡൽ തന്നെ. 100 ക്വസ്റ്റ്യൻസ് അല്ലേ? 100 ക്വസ്റ്റ്യൻസ് ആണോ 50 ക്വസ്റ്റ്യൻസ് ആണോ? 50 എന്നാണ് പറഞ്ഞത് കേട്ടോ. 60 എന്നാണ് പറഞ്ഞത്. 50 60 എന്നാണ് പറഞ്ഞത് സാറ്. നിങ്ങൾക്ക് എത്ര ടൈം തന്നിരുന്നത്? 60 ക്വസ്റ്റ്യൻസ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? 50 ആയിരുന്നു. അന്ന് 50 ആയിരുന്നു. 50 ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അന്ന് എത്ര മണി അല്ല, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് 1 മണിക്കൂറാന്ന് തോന്നുന്നു, 1 hour ആന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആകെ സമയമൊക്കെ ആകുമ്പോഴേക്കൊക്കെ കഴിഞ്ഞില്ലേ? കുഴപ്പമുണ്ടായില്ലല്ലോ? പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. അതിപ്പോ നമ്മൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോകുന്നല്ലേ, പെട്ടെന്നൊരു 30 മിനിറ്റ് വരെ, 1 മണിക്കൂർ കൊണ്ടൊക്കെ കഴിഞ്ഞു. അതെ അതെ. ഓക്കെ ഓക്കെ. എല്ലാ സബ്ജക്റ്റോടും ഉൾപ്പെടുത്തിക്കൊണ്ടാണോ 50 ക്വസ്റ്റ്യൻസ്? എന്താടാ? അല്ലല്ല, നമ്മൾ ഒരു സബ്ജക്റ്റിൽ 60 ക്വസ്റ്റ്യൻ. അങ്ങനെ. ഓക്കെ. അങ്ങനെ സെപ്പറേറ്റ് ദിവസമാണ് വെക്കുക. ഓക്കെ ഓക്കെ. 60 ആണോ 50 ആണോ? 60 ആണ് പറഞ്ഞത്. 60 അല്ലേ? അന്ന് 50 ആയിരുന്നു. അന്ന് ഇട്ടത് 50 ആയിരുന്നു. ഓക്കെ ഓക്കെ. ഇത് 60 ആണ് പറഞ്ഞത്. 60 അല്ലേ? അല്ല, അന്ന് ആദ്യം പറഞ്ഞ 100 ആയിരിക്കും എന്നാ പറഞ്ഞേ, 100 മാർക്കിനായിരിക്കും എന്നാ പറഞ്ഞേ. അതാ ചോദിച്ചത്. മുന്നേ നടത്തിയിരിക്കുന്നത് 100-ന്. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല സാറ്. 60-ന് പറഞ്ഞത് കേട്ടാ. 100 എന്ന് പറഞ്ഞാൽ നമ്മുടെ തിയറി പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് 100-ന് ചോദിക്കുള്ളൂ. ഓക്കെ.
സിങ്കോണയുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, കൊയിനാമരം എന്നാണ് മലയാളത്തിൽ പറഞ്ഞത് അല്ലെ. സിങ്കോണയുടെ സിനോണിം വരുന്നത് ജെസ്യൂസ് ബാർക്ക് അല്ലെങ്കിൽ പെറൂവിയൻ ബാർക്കാണ് വരുന്നത്. ജെസ്യൂസ് ബാർക്ക് അല്ലെങ്കിൽ പെറൂവിയൻ ബാർക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് സിങ്കോണ എന്താണ് സിനോണിം കിട്ടിയില്ലേ, ജെസ്യൂസ് ബാർക്ക് അല്ലെങ്കിൽ പെറൂവിയൻ ബാർക്ക്. ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് സിങ്കോണ ഇസ് എ ഡ്രൈഡ് ബാർക്ക് ഓഫ് cultivated trees of Syngona calisaya, Syngona ledgeriana, Syngona officinalis lin Syngona saxiruba belonging to the family Rubiaceae. അതായത് 4 വെറൈറ്റി ചെടികളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ബാർക്ക്, അതിന്റെ തടി ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4 വെറൈറ്റി സിങ്കോണകൾ. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ബാർക്ക്, അതിന്റെ തടി കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ മരക്കഷ്ണത്തിന്റെ പിക്ചർ നോക്കിയപ്പോൾ കണ്ടായിരുന്നു അല്ലേ. അതിന്റെ ആ ബാർക്കാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ വെറൈറ്റി പ്ലാന്റിന്റെ ആണ് നമ്മൾ ബാർക്ക് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ നോക്കിക്കോളൂ കേട്ടോ. സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജേറിയാന, സിങ്കോണ ഒഫിഷ്യനാലിസ് ലിന്നിലേയും കുഴപ്പമില്ല കേട്ടോ. സിങ്കോണ ഒഫിഷ്യനാലിസ് എന്ന് പറഞ്ഞാൽ മതി. സിങ്കോണ ഒഫിഷ്യനാലിസ്, സിങ്കോണ സക്സിറൂബ. ഓക്കെ, അങ്ങനെ 4 വെറൈറ്റി ചെടിയുടെ ബാർക്കാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസ്. സിങ്കോണ കാലിസായ കിട്ടിയ, സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജേറിയാന, സിങ്കോണ ഒഫിഷ്യനാലിസ്, സിങ്കോണ സക്സിറൂബ ബിലോങ്ങിങ് ടു ദി ഫാമിലി വരുന്നത് ഏതാ, റുബിയാസിയെ. അതായത് റുബിയാസിയെ ഫാമിലിയിൽ ഉൾപ്പെട്ട നമ്മുടെ സിങ്കോണ ബാർക്ക് 4 തരത്തിലുള്ള വെറൈറ്റി ഉണ്ട്. ഈ 4 തരത്തിലുള്ള വെറൈറ്റിന്നാണ് നമ്മൾ അതിന്റെ ബാർക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഏതൊക്കെ വെറൈറ്റി എന്നൊന്നും കൂടി പറയാം. സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഒഫിഷ്യനാലിസ്, സിങ്കോണ സക്സിറൂബ ബിലോങ്ങിങ് ടു ദി ഫാമിലി റുബിയാസിയെ. ആരോ ഒന്ന് പറയാ ബയോളജിക്കൽ സോഴ്സ്. സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജേറിയാന, സിങ്കോണ ഒഫിഷ്യലാനിസ് ലിൻ, സിങ്കോണ സബ്സിറൂബ. ഇതിന്റെ ഫാമിലി വരുന്നത് റുബിയാസിയെ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ബയോളജിക്കൽ സോഴ്സ് ക്ലിയർ അല്ലേ? ഓക്കെ. ഇതിന്റെ കളർ വരുന്നത്, ഇതിന്റെ സ്റ്റെമ്മിന്റെ കളറാ വരുന്നത്. ബാർക്കിന്റെ കളർ വരുന്നത് ഏതാ കളർ വരുന്നത്, അതിന്റെ പുറമത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ അതായത് ബാർക്കിന്റെ തടിഭാഗത്തിന്റെ തന്നെ നമ്മൾ ബാർക്ക്, അതിന്റെ തടിഭാഗത്തിന്റെ പുറത്തെ കളറും ഉള്ളിലത്തെ കളറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ആ കളറാണ് പറയുന്നത് ഔട്ടർ സർഫസ്. അതായത് പുറമുള്ള പ്രതലം എന്താ കളർ വരുന്നത്, ഡൾ ബ്രൗണിഷ് ഗ്രേ ടു വൈറ്റ് കളറായിരിക്കും. ഓക്കെ, ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലത് കണ്ടിട്ടില്ലേ, പെയിന്റ് അടിച്ച പോലത്തെ ഒരു ഇത്, മരത്തിന്റെ പുറമുള്ള ഭാഗം കണ്ടിട്ടില്ലേ നിങ്ങൾ, വൈറ്റ് പെയിന്റ് അടിച്ച പോലത്തെ ഒരു ഇത്, അങ്ങനത്തെ ഒരു കളർ അതാണ് പറയുന്നത് ഔട്ടർ സർഫസ്. ഇതിന്റെ പുറമത്തെ കളർ എന്ന് പറയുന്നത് എന്താ, ഡൾ ബ്രൗണിഷ് ഗ്രേ ടു വൈറ്റ് കളറാണ് ഇതിന്റെ പുറമത്തെ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൊന്നും ഇങ്ങനെ നീണ്ടിട്ട് വരുമ്പോൾ ഒന്നും ഇതിൽ കളർ എന്തായാലും എക്സാം ചോദിക്കില്ല കേട്ടോ. അതായത് ഇതിന്റെ കളർ ഡാർക്ക് സ്റ്റെമ്മിന്റെ കളർ എന്ന് പറയുന്നത്, പുറത്തത്തെ സർഫസ് എന്ന് പറയുന്ന കളർ വരുന്നത് ഡൾ ബ്രൗണിഷ് ഗ്രേ ടു വൈറ്റ് കളറാണ് വരുന്നത്. അതിന് ഇന്നർ സർഫസ് ആണെങ്കിൽ, ഉള്ളിലത്തെ ഭാഗമാണെങ്കിൽ എന്താ കളർ വരുന്നത്, യെല്ലോയിഷ് ബ്രൗൺ ടു ഡീപ്പ് റെഡിഷ് ബ്രൗൺ ആണ് പറയുന്നത് കേട്ടാ. എന്താണ് യെല്ലോയിഷ് ബ്രൗൺ ടു ഡീപ്പ് റെഡിഷ് ബ്രൗൺ. യെല്ലോയിഷ് ബ്രൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മഞ്ഞ കലർന്ന ഒരു കാപ്പി നിറം അല്ലേ. പിന്നെ അത് മുതൽ ഡീപ്പ് റെഡിഷ് ബ്രൗൺ. ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, കഠിനമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള റെഡിഷ് ബ്രൗൺ കളറാണ് കാണപ്പെടുന്നത്. ഇതിന്റെ റൂട്ട് ബാർക്ക് എന്ന് പറഞ്ഞാൽ വേരിന്റെ അവിടെയുള്ള തടിഭാഗം, വേരിന്റെ അവിടെ കാണപ്പെടുന്ന കളർ വരുന്നത് എന്താണ്, ഡീപ്പ് റെഡിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് സ്ലൈറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. ഇതിന് നേരിയ തോതിൽ അതിന് ഇതിൻ്റെതായ ഒരു സ്മെല്ലുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇന്റൻസ്ലി ബിറ്റർ ആണ്, ആഴത്തിലുള്ള കയ്പ്പ് ടേസ്റ്റ് ഉണ്ട്. സംവാട്ട് ആസ്ട്രിജൻ, ഒരു തൈപ്പും കൂടി ഉണ്ട്, ഒരു തൈപ്പുള്ള ഒരു ടേസ്റ്റ് ആണുള്ളത്. അതാണ് പറയുന്നത് ആസ്ട്രിജൻ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റൻസ്ലി ബിറ്റർ, ഭയങ്കര കയ്പ്പും ഉണ്ട്, അതിന്റെ കൂടെ ഒരു തൈപ്പുള്ള ടേസ്റ്റും ആണുള്ളത്.
നെക്സ്റ്റ് ഇതിന്റെ സൈസ് പറയുന്നുണ്ട്. സിങ്കോണ കാലിസായയുടെയും സിങ്കോണ ലെഡ്ജറിയാനയുടെയും സൈസ് പറയുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണ് വരുന്നത് അല്ലേ. 12 തൊട്ടിട്ട് 25 മില്ലിമീറ്റർ ഡയമീറ്റർ വരുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ കട്ടിയാണ് പറയുന്നത് കേട്ടോ. നീളം പറയുന്നില്ല. കാരണം എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് വീതിയിൽ വെക്കാൻ പറ്റൂലേ. തടി കഷ്ണമാണ് അല്ലേ, അതാണ് പറയുന്നത്. ഇതിന്റെ 12 മുതൽ 25 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഡയമീറ്റർ വരുന്നത്, വീതി വരുന്നത്, തടിയുടെ കനം വരുന്നത് അല്ലേ. ഒന്നും കൂടി നോക്കാം. സിങ്കോണയുടെ സിനോണിം പറയുന്നത് ജെസ്യൂട്ട്സ് ബാർക്ക് അല്ലെങ്കിൽ പെറുവിയൻ ബാർക്ക് എന്നാണ് പറഞ്ഞത്. സിങ്കോണയുടെ നമ്മൾ അതിന്റെ തടിഭാഗം അതിന്റെ ബാർക്ക് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ വെറൈറ്റിയാണ്? സിങ്കോണ കാലിസായ, സിങ്കോണ ലെഡ്ജറിയാന, സിങ്കോണ ഒഫിഷ്യനാലിസ്, സിങ്കോണ സക്സിറൂബ എന്ന് പറഞ്ഞ വെറൈറ്റി പ്ലാന്റിന്റെ തടി ഉണക്കിയിട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫാമിലി വരുന്നത് റുബിയാസി ആണ്. ഇതിന്റെ കളർ വരുന്നത് ഇതിന്റെ സ്റ്റെം ബാർക്കിന്റെ കളർ വരുന്നത് പുറമത്തെ സർഫസ് ഡൾ ഗ്രീനിഷ് ഗ്രേ ടു വൈറ്റ് കളറാണ്. ഇന്നർ സർഫസ് വരുന്നത് യെല്ലോയിഷ് ബ്രൗൺ ടു ഡീപ്പ് റെഡിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ റൂട്ട് ബാർക്ക് ആണെങ്കിൽ ഡീപ്പ് റെഡിഷ് ബ്രൗൺ കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെൽ എങ്ങനെയാ വരുന്നത്? നേരിയ തോതിലുള്ള ഒരു മണമുണ്ട്. പിന്നെന്താണ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ, ഇതിൻ്റെതായ ഒരു നേരിയ തോതിലുള്ള സ്മെല്ലുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഇന്റൻസ്ലി ബിറ്റർ, ഭയങ്കര കയ്പുണ്ട്. അതിന്റെ കൂടെ ഒരു തരിപ്പോട് കൂടിയുള്ള ഒരു ടേസ്റ്റ് ആണുള്ളതാണ് പറയുന്നത്. ആസ്ട്രിജൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് സിങ്കോണ കാലിസായയുടെയും സിങ്കോണ ലെഡ്ജറിയാനയുടെയും ഇതിന്റെ ഡയമീറ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 12 മുതൽ 25 മില്ലിമീറ്റർ ആണ് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കേട്ടോ. കെമിക്കൽ കോൺസ്റ്റൻസിൽ വരുന്നത് ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ക്യൂനിക് ആസിഡ് വരുന്നുണ്ട്, സിങ്കോടാനിക് ആസിഡ് വരുന്നുണ്ട്, പിന്നെന്താണ് ക്വിനോളിൻ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്, ക്യൂനിൻ വരുന്നുണ്ട്, ക്യൂനിഡിൻ വരുന്നുണ്ട്, സിങ്കോണിഡിൻ വരുന്നുണ്ട്, പിന്നെന്താ സിങ്കോണിഡിൻ, ഹൈഡ്രോക്വിനോൺ. ഇതൊക്കെ വരുന്നത് ഹൈഡ്രോസിങ്കോണിഡിൻ, ഹോമോസിങ്കോണിഡിൻ, ക്യൂനിസിൻ, പിന്നെന്താ വരുന്നത് സിങ്കോണിഡിൻ 2 പ്രാവശ്യം വന്നിട്ടില്ലേ? അതെ, സിങ്കോണിഡിൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. കെമിക്കൽ കോൺസ്റ്റൻസ് നോക്കിയേ. ആൽക്കലോയിഡ്സ് വരുന്നുണ്ട്, ക്യൂനിക് ആസിഡ് രണ്ടാമത്തെ പറഞ്ഞേ എന്താ വായിക്കുക? ക്യൂനിക് ആസിഡ്. പിന്നെ മൂന്നാമത്തെ സിങ്കോടാനിക് ആസിഡ് പറഞ്ഞേ. സിങ്കോടാനിക് ആസിഡ് കിട്ടിയില്ലേ? സിങ്കോടാനിക് ആസിഡ്. ക്വിനോളിൻ ഡെറിവേറ്റീവ്സ് ക്യൂനിൻ, ക്യൂനിൻ, ക്യൂനിഡിൻ, സിങ്കോണിഡിൻ, സിങ്കോണിൻ, ഹൈഡ്രോക്വിനോൺ, ഹൈഡ്രോസിങ്കോണിഡിൻ, ഹോമോസിങ്കോണിഡിൻ, ക്യൂനിസിൻ, സിങ്കോണിഡിൻ. ഓക്കെ. കെമിക്കൽ കോൺസ്റ്റന്റ് ക്ലിയർ അല്ലേ? വായിക്കാൻ കിട്ടുന്നില്ലേ? വായിക്കാൻ കിട്ടുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നതിന്റെ യൂസസ് ആണ് അല്ലെ, ഉപയോഗങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആന്റി മലേറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? മലേറിയനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആന്റിപൈററ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അനാൽജസിക് ആൻഡ് ആന്റിപൈററ്റിക് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആന്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫീവർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ? ആന്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ എന്താ?
ഫീവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആന്റിപൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ. പിന്നെ ബിറ്റർ ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, വയറുവേദനയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് റുമാറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ, വാദത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. വാദത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ എന്താ, ഞരമ്പിന്റെ ഒക്കെ വേദന ഉണ്ടാവുമല്ലോ, ന്യൂറോപ്പതിക് പെയിൻ ഉണ്ടാവില്ലേ, അതിനാണ് നമ്മൾ ന്യൂറാൾജിയ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കാർഡിയാക് ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കാർഡിയാക് ഡിപ്രസന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ചിലവരിൽ എന്തുണ്ടായിരിക്കും, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും അല്ലെ ഹേർട്ടിന്. ഓക്കെ. അങ്ങനത്തെ ഇത്തിരി കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാർഡിയാക് ഡിപ്രസന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. സിങ്കോണ എന്തിനൊക്കെ യൂസ് ചെയ്ത് നോക്കാം. ആന്റി മലേറിയയുടെ യൂസ് ചെയ്യുന്നുണ്ട്. ആന്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, ആന്റിപൈററ്റിക് പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ആ പിന്നെ ബിറ്റർ ടോണിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൊമാറ്റിക് എന്ന് പറഞ്ഞാൽ വയറുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റുമാറ്റിസം വാദത്തിന് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ ന്യൂറോപ്പതി പെയിൻ ആണ് പറയുന്നത് അല്ലേ. പിന്നെന്താ പറയുന്നത്, കാർഡിയക് ഡിപ്രസന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാർഡിയക് ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൃദയത്തിന്റെ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ വേണ്ടി. ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഇതിലിപ്പോ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സിനോണിം ഓഫ് സിങ്കോണ ചോദിക്കാം അല്ലേ. ഓപ്ഷൻസിൽ നമ്മൾ പെറുവിയൻ ബാർക്ക് അല്ലെങ്കിൽ ജസ്യൂസ് ബാർക്ക് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സിങ്കോണ, വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സിങ്കോണയുടെ ഫാമിലി റുബിയാസിയാണ്. റുബിയാസിയാണ് വരുന്നത്. Quinacin is the chemical constant of dash. Quinacin is the chemical constant of dash. സിഞ്ചോണ. സിങ്കോണ. ഓക്കെ. ഈ കെമിക്കൽ കോൺസ്റ്റൻസ് ഒക്കെ പഠിക്കണം അല്ലേ കാണാതെ? എന്താടാ? കെമിക്കൽ കോൺസ്റ്റൻസ് ഒക്കെ കാണാതെ പഠിക്കണം അല്ലേ? കെമിക്കൽ കോൺസ്റ്റൻസ് പഠിക്കണം. യൂസ് അങ്ങനെ ചോദിക്കില്ല, കാരണം ഒരു ഡ്രഗിന് തന്നെ കുറെ അധികം യൂസസ് ഉണ്ട് കേട്ടോ. അല്ല, കെമിക്കൽ കോൺസ്റ്റന്റ് തന്നെ പലതിലും ഈ റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ പഠിക്കേണ്ടേ? അല്ലടാ, റിപ്പീറ്റേഷൻസ് വരുന്നെങ്കിലും കൂടിയിട്ട് നമ്മള് അതിലുള്ളതാണല്ലോ. അപ്പൊ ഓപ്ഷനിൽ ഇപ്പൊ ഇല്ലാത്തതാവും, അതിലില്ലാത്ത ഡ്രഗായി ഒരെണ്ണം മാത്രല്ലേ അതിലുള്ളത് കൊടുക്കുള്ളൂ. ബാക്കിയുള്ളത് അതിലില്ലാത്ത കെമിക്കൽ കോൺസ്റ്റൻസ് അല്ലേ കൊടുക്കുള്ളൂ. അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോ ഇതില് വരുന്നത് ആൽക്കലോയിഡ്സും ആ സംഭവങ്ങളൊന്നും നോക്കണ്ട, അല്ലാണ്ട് വരുന്നുണ്ടാവും. ക്യൂനിക് ആസിഡ്, സിങ്കോട്ടാനിക് ആസിഡ്, ക്യൂനിഡിൻ, ക്യൂനിൻ, സിങ്കോണിൻ, ഹൈഡ്രോക്യൂനോൺ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നോക്കേണ്ടി വരും. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ കോഗണോസി എന്ന് പറഞ്ഞാലൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് അല്ലേ. ഇപ്പൊ ആന്റി മലേറിയ ഡ്രഗ് ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ 2-3 ചാപ്റ്റർ നമ്മുടെ ഇന്ന് തീർന്നു. ഒക്കെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് അല്ലേ. മെയിനായിട്ട് അതിന്റെ സിനോണിം നോക്കുക, പിന്നെ അതിന്റെ വെറൈറ്റി നോക്കുക. വെറൈറ്റി ഇതിൽ ഇപ്പൊ 3-4 കാരണം അങ്ങനെ ചോദിക്കില്ല. പിന്നെന്താണ് റുബിയാസി, അതിന്റെ ഫാമിലി നോക്കുക. പിന്നെ ഇപ്പൊ ഇതൊക്കെ നമ്മളിപ്പോ കളറാ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഇതൊക്കെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാരണം ഇതൊന്നും ചോദിക്കില്ല. കുഞ്ഞു ഇതുണ്ടാവൂല്ലോ, ഇപ്പൊ ബിറ്റർ ആണ്, സ്വീറ്റ് ആണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് അത്രയൊക്കെ തന്നെയാണ് ചോദിക്കുള്ളൂ. ഇപ്പൊ നമ്മള് എന്താടാ ക്ലിയർ അല്ല ഒന്നും കൂടി പറയും. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടില്ല. ഉണ്ട്. ഓൾറെഡി നമ്മുടെ ക്ലാസ് റൂമിൽ കിടപ്പുണ്ടല്ലോ അത്. അല്ല, അതിനകത്തുള്ള അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ക്ലാസ്സിൽ എടുത്തത് മിക്കതും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിൽ. മിക്കവാറും അത് തന്നെയാണ് ചോദിക്കുക. എല്ലാത്തും നമ്മളിപ്പോ എന്തായാലും ക്ലാസ്സിൽ എടുക്കാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കില്ല, ക്ലാസ്സിൽ എടുത്തതിന് ചോദിക്കുള്ളൂ. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ടോട്ടൽ കോഗണോസി അറിയോ? 16 അങ്ങനെ എത്രയോ ഉണ്ടെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. 100-160 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? 100-160 അല്ല 100-160 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ല, ഓരോരോ ഇതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്.
160 മേളിലുണ്ടാവും തോന്നുന്നു ക്വസ്റ്റ്യൻസ്. ഓക്കെ ഓക്കെ. 10 ക്വസ്റ്റ്യൻസ് അല്ലേ? 160 മേളിലുണ്ടാവും. ഒരു 16 എനിക്ക് തോന്നുന്നു 16 തോന്നുന്നു നമുക്ക് തന്നിട്ടുള്ളത്. 16 ക്വസ്റ്റ്യൻ പേപ്പർ. 16 ക്ലാസ് കൊണ്ട് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടല്ലേ 160 ക്വസ്റ്റ്യൻസ് അതെ അതെ. 13 16 ആണ്, അത്ര ഓർക്കുന്നില്ല. മോഡൽ ക്വസ്റ്റ്യൻ തരത്തില്ലേ മിസ്? മോഡൽ എക്സാം നടത്തിയതിന് ശേഷം നടത്താന്ന് പറഞ്ഞതാ. പിന്നെ എന്നാലും അത്ര ഗ്യാപ്പ് ഒന്നും വരുന്നുണ്ടാവില്ല കേട്ടോ. അതിന് മോഡലിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ നടത്തിയതിന് ശേഷം ഇതുപോലെയൊക്കെ തന്നെ നമ്മുടെ എക്സാമിന് ഇപ്പോൾ ക്ലാസ് റൂമിൽ നടക്കുന്ന എക്സാമില്ലേ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ മുന്നേ എക്സാം അറ്റൻഡ് എക്സാം നടത്തിയിട്ടില്ലല്ലോ ഞങ്ങൾ. അത് ഫാർമക്കോഗ്നസിയുടെ മാത്രമല്ല, വേറെ നമുക്ക് ആകെ ഒരെണ്ണം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഫാർമക്കോളജിയുടെ മാത്രമേ നമുക്ക് നടത്തിയിട്ടുള്ളൂ. ഷിഫ്റ്റ് കയറിയുണ്ട് ഈ ഫാർമക്കോഗ്നസി അത്രയും കൂടി പിടുത്തം കിട്ടുന്നില്ല. കോഗ്നോസിയോ? ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഇല്ലേ, നമുക്കിപ്പോ ഒരു സബ്ജക്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ. നമുക്കത് ഇതിന്റെ റിവിഷനും കൂടി ആയി കഴിഞ്ഞാലൊക്കെ ക്ലിയർ ആവും. അതൊന്നും ടെൻഷൻ ആവണ്ട. ഇതിപ്പോ നമ്മൾ ഈ ഫാർമക്കോഗ്നസിൽ എന്താ പഠിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ആയുർവേദ മെഡിസിൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. ഓരോ ക്ലാസ്സുകൾ ഇപ്പോൾ മലേറിയനെ ട്രീറ്റ് ചെയ്യാനാണെങ്കിൽ ആന്റി മലേറിയൽ ഡ്രഗ്സ്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താന്ന് പഠിക്കും ആദ്യം. അതിൽ ഏതൊക്കെ ഡ്രഗുകളാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നതെന്ന്. അപ്പോൾ ഓരോ ഡ്രഗിന്റെയും നമ്മളതിന്റെ വിളിപ്പേരുകളുണ്ടല്ലോ. പിന്നെ അതിന്റെ ബയോളജിക്കൽ സോഴ്സ് വിളിപ്പേരിനെയാണ് നമ്മൾ സിനോണിം എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുമ്പോൾ എന്താ ബയോളജിക്കൽ സോഴ്സ് ആണ് പറയുന്നത്. ബയോളജിക്കൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് വെറൈറ്റി എന്നാണ്, അതിന്റെ ഏത് വെറൈറ്റി. എല്ലാ ചെടിയിൽ നിന്ന് ഇപ്പോൾ സിങ്കോണയിൽ ഉൾപ്പെട്ട എല്ലാ ചെടിയിൽ നിന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല അല്ലേ. അപ്പോൾ ഇത് ഏത് വെറൈറ്റി ചെടിയിൽ നിന്നാണ്, അതിന്റെ ഏത് ഭാഗമാണ്, അത് ഈ ഫാമിലിയിൽ ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് ബയോളജിക്കൽ സോഴ്സിൽ പറയുന്നത്. പിന്നെ നമ്മൾ ആ ഡ്രഗിന്റെ കളറ് പഠിക്കുന്നുണ്ട്. ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സിൽ എന്താ പഠിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡ്രഗിന്റെ കളറ്, മണം, ടേസ്റ്റ്, സൈസ് ഒക്കെയാണ് പിന്നെ പഠിക്കുന്നത്. പിന്നെ അതിൽ എന്തൊക്കെ കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഈ സിങ്കോണ, ഇപ്പൊ തുളസി തന്നെ വിചാരിക്കുക. തുളസി ആന്റി ടസീവ് ഡ്രഗ് ആണ് തുളസി എന്ന് വിചാരിക്കുക. ടസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ടസ് എന്ന് പറഞ്ഞാൽ എന്താ, കഫ് അല്ലേ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ഫെമിലിയർ ആന്റി ടസീവ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് പറയാം. ആന്റി ടസീവ് ഡ്രഗ് ആണെങ്കിൽ ഇപ്പൊ നമുക്കത് അറിയാം, കഫിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെയാണ് നമ്മൾ ആന്റി ടസീവ് എന്ന് പറയുന്നത് അല്ലേ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തുളസി എടുക്കാം അല്ലേ. തുളസി എന്ന് പറയുന്നത് ആന്റി ടസീവ് ഡ്രഗിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്കറിയാം. പിന്നെ തുളസിയുടെ ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, തുളസിയുടെ സിനോണിം എന്താണ്, ഏത് ഭാഗമാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, പിന്നെന്താണ് അതിന്റെ ഫാമിലി ഏതാണ്, പിന്നെ അതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ഏതാണ്. അതിൽ ഈ തുളസിയിൽ തന്നെ വേറെയും ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. തുളസി എന്ന് പറയുന്നത് നമ്മൾ തുളസിയിൽ എന്തുണ്ട്, വേറെ കുഞ്ഞു മൈന്യൂട്ട് കെമിക്കൽ കോൺസ്റ്റന്റ് രാസപദാർത്ഥങ്ങൾ വേറെ അടങ്ങിയിട്ടുണ്ടാവും. ഓക്കെ. അതൊക്കെ ഏതൊക്കെയാണ് അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയും. പിന്നെ അത് എന്തിനൊക്കെയാണ്, ഈ ആന്റി ടസീവ് മാത്രമല്ലാണ്ട് പിന്നെ അത് എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. ഇതൊക്കെയാണ് കോഗ്നോസിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. അതായത് ഓരോ ചാപ്റ്ററിലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സിൽ വരുന്ന വ്യത്യസ്ത ഡ്രഗുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഫാർമക്കോഗ്നോസിൽ പഠിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി റിവിഷൻ ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ക്ലാസ് മാക്സിമം എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യണം നേരത്തെ. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെന്താണ് ഇപ്പോൾ പറയുന്ന ക്ലാസ്സിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പേരുകളൊക്കെയാണ് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ അല്ലേ. ആദ്യം കേൾക്കണ കാരനാണ് ഈ പേരുകളൊക്കെ. പിന്നെ നമ്മൾ റിവിഷൻ ടൈം ആകുമ്പോൾ ഒന്നും കൂടി ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. ഓക്കെ. എന്തായാലും അടുത്ത മാസം തന്നെ നമുക്ക് എക്സാം ഉണ്ടാവുമല്ലോ അല്ലേ? എന്താ അടുത്ത മാസം എന്തായാലും ഉണ്ടാവും കേട്ടോ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് കാസ്റ്റർ ഓയിൽ? കാസ്റ്റർ ഓയിലിന്റെ സിനോണിം എന്താ? ഞാൻ ഓപ്ഷൻസ് പറയാം. ഒളിയം റിസിനി, ഇസാർഗോൾ, കാസ്റ്റർ, റിയം. ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് കാസ്റ്റർ ഓയിൽ? കാസ്റ്റർ ഓയിലിന്റെ സിനോണിം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒളിയം റിസിനി, ഇസാർഗോൾ, കാസ്റ്റർ, റിയം. ഒളിയം റിസിനി ആണ്.
വാട്ട് ഈസ് ദ സിനോണിം ഓഫ് ഇസ്പാഗുള? ഇസ്പാഗുളയുടെ സിനോണിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇസാഗോൾ, മ്യൂസിലേറ്റ്, കാസ്റ്റർ, ഇസാബ്ഗോൾ. ഇസാബ്ഗോൾ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സെന്ന? സെന്നയുടെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇന്ത്യൻ സെന്ന, സെന്ന ലീവ്സ്, സെന്നസൈഡ് എ, ലെഗ്യൂമിനോസെ. ഏതായിരുന്നു? ഫാമിലി അല്ലേ? ഫാമിലി. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സെന്ന? ലെഗ്യൂമിനോസെ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് ഗീവ് സ്ട്രെങ്ത് ഓർ എനർജി ടു ദി ആക്ടിവിറ്റി ഓഫ് ദി ഹേർട്ട്? ഹേർട്ടിന് സ്ട്രെങ്ത്തും എനർജി ഒക്കെ തരുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. പർഗേറ്റീവ്സ്, ലാക്സേറ്റീവ്സ്, കാർഡിയോട്ടോണിക്സ്, ആന്റി ഹൈപ്പർടെൻസീവ്സ്. കാർഡിയോട്ടോണിക്സ് ആണ്. ഓക്കെ. ഹേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ, കാർഡിയോ ആണ് അല്ലേ? ഓക്കെ. കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡിജിറ്റാലിസ്. ഡിജിറ്റാലിസിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ഏതാണെന്നാണ് പറയുന്നത് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ് പറയാം. ജിറ്റാലോക്സിൻ, സെനസൈഡ് എ, ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ്, ആൽക്കഹോൾ. പറയാവോ? ജിറ്റാലോക്സിൻ, സെനസൈഡ് എ, ആന്ത്രാക്വിനോൺ ഡെറിവേറ്റീവ്സ്, ആൽക്കഹോൾ. ജിറ്റാലോക്സിൻ. ഓക്കെ. ഡിജിറ്റാലിസിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് നമ്മളിപ്പോ ചോദിച്ചത് കേട്ടാ. ഓപ്ഷൻ ആൻസർ വരുന്നത് ജിറ്റാലോക്സിൻ ആണ്. ജിറ്റാലോക്സിൻ. ഓക്കെ. ആന്ത്രാക്വിനോൺ ഓക്കെ. വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ആസ്ട്രിജന്റ്? ആസ്ട്രിജന്റിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. ആസ്ട്രിജന്റിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. കാസ്റ്റർ, കാറ്റച്ചു, സെന്ന, ഇസ്പാഗുള. കാറ്റച്ചു. വാട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് ആന്റിടസീവ്സ്? ആന്റിടസീവ്സിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇസ്പാഗുള, വസാക്ക, ഡിജിറ്റാലിസ്, റോൾഫിയ. വസാക്ക. ഓക്കെ. വസാക്ക. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് വസാക്ക? അകാന്തേസിയ. ഓക്കെ, വെരി ഗുഡ്. വാട്ട് ഈസ് ദ കളർ ഓഫ് വസാക്ക ലീവ്സ്? വസാക്ക ലീവ്സിന്റെ കളർ എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഡാർക്ക് ഗ്രീൻ, ഡൾ ഗ്രീൻ, യെല്ലോയിഷ് ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. ഡാർക്ക് ഗ്രീൻ ആണ്. സിനോണിം ഓഫ് തുളസി. ഓപ്ഷൻസ് പറയാം. സെർപെന്റിന, അതത്തോട, അശ്വഗന്ധ, ഹോളി ബാസിൽ. ഓക്കെ. വാട്ട് ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് തുളസി? തുളസിയുടെ കെമിക്കൽ കോൺസ്റ്റന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കാരിയോഫൈലിൻ, വാസിസിൻ, വസാക്കിൻ, ഇൻഡോൾ ആൽക്കലോയിഡ്സ്. കാരിയോഫൈലിൻ. വിച്ച് ഡ്രഗ് ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് റുമാറ്റിസം? ഓപ്ഷൻസ് പറയാം. അശ്വഗന്ധ, വസാക്ക, ഗുഗ്ഗിൾ, റുബാർബ്. ഗുഗ്ഗിൾ. Which is a family of, what is the family of Google? ഗൂഗിളിന്റെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ലിലിയാസിയെ, ബർസറാസിയെ, ലെഗ്യൂമിനോസെ, സ്കോഫുലാറിയാസിയെ. ബർസറാസിയെ. ഓക്കെ. വിച്ച് ഈസ് എ എക്സാമ്പിൾ ഓഫ് ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്? ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിന് എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. തുളസി, വിൻകാർ, ഡിജിറ്റാലിസ്, റോൾഫിയ. What is the taste of Rolfia? Options പറയാം. salty, sour, bitter, sweet. Bitter ആണ്. ഓക്കെ. What is the family of Rolfia? റോൾഫിയയുടെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. അപ്പോസൈനാസിയെ, ബർസറാസിയെ, സ്കോഫുലാറിയാസിയെ, ലെഗ്യൂമിനോസെ. അപ്പോസൈനാസിയെ. Which microorganism cause leprosy? Options പറയാം. മൈക്കോബാക്ടീരിയൻ ലെപ്രേ, മൈക്കോബാക്ടീരിയൻ ലെപ്രോട്ടിക്, ഷിജല്ല, വാരിസെല്ല സോഫ്റ്റർ. മൈക്കോബാക്ടീരിയൻ ലെപ്രേ. What is the family of Cholmugra oil? Cholmugra ഓയിലിന്റെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ഫ്ലാക്കോട്ടിയാസിയെ, ബർസറാസിയെ, ലെഗ്യൂമിനോസെ, ലിലിയാസിയെ.
Plecotiaceae. Plecotiaceae. Which type of drugs used for increase the flow of urine? യൂറിന്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതാണ്? ഓപ്ഷൻസ് പറയാം. ലാക്സേറ്റീവ്സ്, ആന്റി ലെപ്രോട്ടിക്സ്, ഡയൂറെറ്റിക്സ്, പർഗേറ്റീവ്സ്. Diuretics. ഡയൂറെറ്റിക്സ്. ഓക്കെ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ഗോഗുരു? ഗോഗുരുവിന്റെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. സൈഗോഫൈലാസിയെ, റുബിയാസിയെ, ലിലിയാസിയെ, ലെഗ്യൂമിനോസെ. Zygophyllaceae. Zygophyllaceae. Which variety of plant used for diuretic effect? Options പറയാം. Cephalis acuminata, Commiphora veiti, Tribulus terrestris lin, Cadaranthus roseus lin. Tribulus terrestris lin. Tribulus terrestris lin. ഓക്കെ, നമുക്ക് ഇന്ന് എടുത്തതാണ് അല്ലേ. വിച്ച് വെറൈറ്റി ഓഫ് പ്ലാന്റ് യൂസ്ഡ് ഫോർ ഡയൂററ്റിക് എഫക്ട്? ഡയൂററ്റിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിലുള്ളതെന്ന്. ഓക്കെ. Cephalis acuminata, Commiphora veiti, Tribulus terrestris lin, Cadaranthus roseus lin. അതിലെ ആൻസർ ഏതാ പറഞ്ഞത്? ട്രൈബുലസ് ടെറസ്ട്രിസ് ലിൻ ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് പുനർനാവ? പുനർനാവയുടെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. യുഫോർബിയാസിയെ, സൈഗോഫൈലാസിയെ, നിറ്റാജിനേസിയെ, ലിലിയാസിയെ. ഏതാണ്? നിറ്റാജിനാസിയെ. ഓക്കെ. വാട്ട് ഈസ് ദ സിനോണിം ഓഫ് എപ്പിക്കാക്യൂന? എപ്പിക്കാക്യൂനയുടെ സിനോണിം ആണ് ചോദിക്കുന്നത്. എപ്പിക്കാക്യൂന, എപ്പിക്കാക്, എപ്പിക്കാക്യൂന ലിൻ. Epicac. എപ്പിക്കാക് ആണ് വരുന്നത്. ഓക്കെ, എപ്പിക്കാക്. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് എപ്പിക്കാക്യൂന? എപ്പിക്കാക്യൂനയുടെ ഫാമിലി ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. പ്ലാന്റാജിനേസിയെ, നിറ്റാജിനേസിയെ, ലിലിയാസിയെ, റുബിയാസിയെ. റുബിയാസി ആണ് വരുന്നത്. എപ്പിക്കാക്യൂന ഇൻക്ലൂഡ്സ് വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്? ഓക്കെ, എപ്പിക്കാക്യൂന ഇൻക്ലൂഡ്സ് വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്? ഓപ്ഷൻസ് പറയാം. ആന്റിസെപ്റ്റിക്, ആൻഡ് ഡിസിൻഫെക്റ്റന്റ്, ആന്റി ക്യാൻസർ ഡ്രഗ്, ആന്റി ഡിസെൻട്രിക് ഡ്രഗ്, ഡയൂറെറ്റിക്സ്. ആന്റി ഡിസെൻട്രിക് ഡ്രഗ് ആണ്. ഓക്കെ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഗോഗുരു? ഗോഗുരുവിന്റെ ഷേപ്പ് ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ഇലോങ്ങേറ്റഡ്, സിലിണ്ടറിക്കൽ പീസസ്, ഗ്ലോബോസ്, ഇറഗുലർ ഫ്രാഗ്മെന്റ്സ്. ഗ്ലോബോസ്. വാട്ട് ഈസ് സിനോണിം ഓഫ് ടർമറിക്? ടർമറിക്കിന്റെ സിനോണിം ആണ് ചോദിക്കുന്നത്. എർഗോട്ട, ജസ്യൂട്സ് ബാർക്ക്, ഹൽദി, പെറുവിയൻ ബാർക്ക്. ഹൽദി. ഓക്കെ. വിച്ച് വെറൈറ്റി ഓഫ് ടർമറിക് പ്ലാന്റ് ഈസ് യൂസ്ഡ് ഫോർ മെഡിസിനൽ പർപ്പസസ്? മെഡിസിനൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടർമറിക് പ്ലാന്റിന്റെ ഏത് വെറൈറ്റിയാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. ക്ലാവിസെപ്സ് പർപ്യൂരെ, സെഫാലിസ് അക്യുമിനേറ്റ, കുർക്കുമ ലോങ്ക, ഹൈപ്പോപ്രിയോൺ ഡിവിറോസ്ട്രിസ്. കുർക്കുമ ലോങ്ക. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് ടർമറിക്? ടർമറിക്കിന്റെ ഫാമിലിയാണ് ചോദിക്കുന്നത്. സിഞ്ചിബറാസിയെ, ലിലിയാസിയെ, പ്ലേക്കോട്ടിയാസിയെ, ലെഗ്യൂമിനോസെ. Cinjiberaceae. The drugs used in the treatment of malaria is called. The drugs used in the treatment of malaria is called dash. Options പറയാം. Anti-malaria, malaria sites, malaria drugs, anti-malarials. Which is example of malarial drugs? Malarial drugs example ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. അശ്വഗന്ധ, സിന്നമൺ, ടർമറിക്, സിങ്കോണ. വാട്ട് ഈസ് ദ ഫാമിലി ഓഫ് സിങ്കോണ? സിങ്കോണയുടെ ഫാമിലിയാണ് ചോദിക്കുന്നത്. ലെഗ്യൂമിനോസിയെ, റുബിയാസിയെ, പ്ലേക്കോട്ടിയാസിയെ, ലിലിയാസിയെ. റുബിയാസിയെ. ക്യൂനിസിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ഡാഷ് ഡ്രഗ്? ഏത് ഡ്രഗിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് ക്യൂനിസിൻ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് പറയാം. സിങ്കോണ, ട്രഗകാന്ത്, ടർമറിക്, അക്കേഷ്യ. സിങ്കോണ. ഇത്രയാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ?
നമുക്ക് 13ാമത്തെ കഴിഞ്ഞിട്ട് 14ാമത്തെ ചാപ്റ്റർ. സെക്കൻഡ് ബാച്ചിലുള്ളവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? ചോദിക്കുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറ്റുന്നില്ല മിസ് ഇത്. അത് ശരിയാവുന്നു. ഇപ്പം നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കോക്കണസി ഫസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? നമുക്ക് റിവിഷൻ കഴിഞ്ഞപ്പോഴാണ് അല്ല നമ്മൾക്കിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും ഇപ്പം അനാട്ടമി ആയാലും നമുക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ കുറേ ഉണ്ട് അല്ലേ? നമുക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് റിവിഷനും കൂടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എളുപ്പമായത് അല്ലേ? ക്യൂട്ടിക്സ് ആയാലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ പറഞ്ഞായിരുന്നു? നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നു അല്ലേ? റിവിഷനും കൂടി കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, എന്നാലും കുറച്ചൊക്കെ പറ്റുന്നില്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? കുറച്ചൊക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ റിവിഷനും കൂടി കഴിഞ്ഞാലൊക്കെ സെറ്റ് ആവും. ഓക്കെ, ഇനി ഇതിന് റിവിഷൻ ഉണ്ട്. ഇതൊന്നും കൂടി പറയും നമ്മൾ ക്ലാസ്സിൽ, ഇതിന്റെ ക്വസ്റ്റ്യൻസും കൂടി. അത് കുറച്ചും കൂടി വേഗത്തിൽ കഴിയും. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ആന്റി മലേറിയൽസ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഓക്സിറ്റോസിക്സ് ആണ് എടുക്കാനുള്ളത് അല്ലേ? 14ാമത്തെ ചാപ്റ്റർ അല്ലേ? അതെ. ഇതൊരൊറ്റ ട്രക്കുള്ളൂ. ഇതും കൂടി കഴിച്ചിട്ട് എടുക്കാം, തീർക്കാം. ഇതിൽ നമ്മൾ ലൈഫ് സൈക്കിൾ ഓഫ് എർഗോട്ട് എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സിലബസിലില്ല കേട്ടോ. അത് വേണ്ട, നമുക്ക് ഈ പഠിക്കുന്നത് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ യൂട്രസിന്റെ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉത്തേജിപ്പിക്കുക. ഓക്കെ, ഓക്സിറ്റോസിക്സ് ആർ ദി ഡ്രഗ്സ് varying chemical nature. Okay, drugs of varying chemical nature that have power to stimulate. Okay, അതായത് എന്താണ് കെമിക്കൽ നാച്ചർ? അതായത് എന്ത് ചെയ്യും, നമ്മുടെ ഓക്സിറ്റോസിക്സ് എത്തുന്ന രൂപത്തിലല്ല നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ നാച്ചുറൽ വ്യത്യാസം വരും അല്ലേ? ഓക്സിറ്റോസിക്സ് ആർ ദി ഡ്രഗ്സ് ഓഫ് വാരിയിങ് കെമിക്കൽ നാച്ചർ. നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ കെമിക്കൽ നാച്ചറിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും അല്ലേ? വ്യത്യാസം വരുത്തുന്ന ഒരു ഡ്രഗാണ് എന്തെന്ന് പറയുന്നത്, ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ദാറ്റ് ഹാവ് ദ പവർ ടു സ്റ്റിമുലേറ്റ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഉത്തേജിപ്പിക്കുന്നുണ്ട്. സ്റ്റിമുലേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ്. യൂട്രസിന്റെ മസിൽസിന്റെ കോൺട്രാക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഡെലിവറിയുടെ സമയത്തൊക്കെ നമുക്ക് എന്ത് വേണം? യൂട്രസിന്റെ മസിൽസ് എന്ത് വേണം? കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം? കോൺട്രാക്ട് ചെയ്യണം അല്ലേ? എന്നാലാണ് നമ്മുടെ ബേബി പുറത്തേക്ക് വരുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ ഈ ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ നാച്ചുറുള്ള ഡ്രഗാണ് ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പവർ ടു സ്റ്റിമുലേറ്റ് ദ കോൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ മസിൽസ്. യൂട്രസിന്റെ മസിൽസിനെ പവർഫുൾ ആയിട്ട് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഡ്രഗ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഓക്സിറ്റോസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഓൾസോ കോൾഡ് യൂട്ടറോടോണിക്സ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്? ഓക്സിറ്റോസിക്സ് നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്? യൂട്ടറോടോണിക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെ? വാട്ട് ഈസ് അതർ നെയിം ഓഫ് ഓക്സിറ്റോസിക്സ്? ഓക്സിറ്റോസിക്സിന്റെ അതർ നെയിം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതുക? എന്താ പറയാ? യൂട്ടറോടോണിക്സ് ആണ് അല്ലെ? യൂട്ടറോടോണിക്സ്. ഓക്കെ, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഓക്സിറ്റോസിക് ഡ്രഗ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. നമ്മൾ ഇത് എന്തിനും കൂടി വേണ്ടി ഓക്സിറ്റോസിക്സ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? പോസ്റ്റ്പാർട്ടം ഹെമറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലഡ് നിലയ്ക്കാതെ വരുമ്പോൾ കണ്ടീഷൻ. ഓക്കെ, ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് നിൽക്കാത്ത കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? PPH അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയും. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗാണ് ഈ ഓക്സിറ്റോസിക്സിൽ വരുന്ന ഡ്രഗാണ് എർഗോട്ട് എന്ന് പറയുന്നത്. എർഗോട്ട്. ഓക്കെ, എർഗോട്ട് എന്ന് പറയുന്നത് നമ്മൾ പിക്ചർ കാണിച്ചു തരാം. ഒരു പായൽ പോലത്തെ സംഭവമാണ് എർഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, എർഗോട്ടിന്റെ സിനോണിം പറയുന്നത് എർഗോട്ട് ഓഫ് റൈ. എന്താണ് സിനോണിം വരുന്നത്? എർഗോട്ട് ഓഫ് റൈ അല്ലെങ്കിൽ എർഗോട്ട എന്നാണ് പറയുന്നത്. എർഗോട്ടിന്റെ സിനോണിം വരുന്നത് എർഗോട്ട് ഓഫ് റൈ അല്ലെങ്കിൽ എർഗോട്ട എന്നാണ് സിനോണിം വരുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിന്റെ ബയോളജിക്കൽ സോഴ്സ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡ്രൈഡ് സ്ക്ലീറോട്ടിയം ഓഫ് എ ഫംഗസ് Claviceps purpurae belonging to the family Hypocreaceae. ഏതാണ് ഫാമിലി വരുന്നത്? Hypocreaceae. സ്ക്ലീറോട്ടിയം ഓഫ് എ ഫംഗസ്. എർഗോട്ട് കാണിച്ചു തരാം കേട്ടോ. എർഗോട്ട് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ് അല്ലേ?
അതിന്റെ ഒരു ലൈഫ് സൈക്കിളിന്റെ ഒരു ഫംഗസ് സ്റ്റേജ് ആണ് എന്ത് സ്ക്ലീറോട്ടിയം എന്ന് പറയുന്നത്. ഈ ഫംഗസ് കണ്ടില്ലേ, ഈ നെൽമണിമലൊക്കെ കാണുന്ന ഒരു കറുത്തിട്ടുള്ള ഒരു സാധനം കണ്ടില്ലേ, ഈ കറുത്തിട്ടുള്ള സംഭവം, ഇതാണ് എർഗോട്ട് എന്ന് പറയുന്നത്. കണ്ട ഫംഗസ് ആണത്, കണ്ടില്ലേ, ഇതിലും കണ്ടില്ലേ ഒരു ഫംഗസ് പോലെ സംഭവം വന്നിട്ട്. ഓക്കെ, ഈ ഫംഗസ് ആണ് എർഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ലൈഫ് സൈക്കിളിന്റെ സ്റ്റേജ് ആണ് സ്ക്ലീറോട്ടിയം എന്ന് പറയുന്നത്. സ്ക്ലീറോട്ടിയം എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഒരു സ്റ്റേജ് ആണ്. നമ്മൾ തന്നെ ലൈഫ് സൈക്കിളിൽ ഒരു സ്റ്റേജ് പറയുന്നത്, നമ്മൾ പ്യൂബർട്ടി പറയുന്നുണ്ട്, അഡൾട്ട് പറയുന്നുണ്ട്, ഇൻഫന്റ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ തന്നെ ലൈഫ് സൈക്കിളിന് ഒരു പേര് വരുന്നുണ്ട്, ഓരോരുടെ പേരുകൾ പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ എർഗോട്ടിന്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന ഒരു പേരാണ് എന്തെന്ന് പറയുന്നത്, സ്ക്ലീറോട്ടിയം എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് സൈക്കിളിന്റെ ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ബയോളജിക്കൽ സോഴ്സ് നോക്കിയേ. ഇറ്റ് ഈസ് എ ഡ്രൈഡ് സ്ക്ലീറോട്ടിയം ഓഫ് എ ഫംഗസ്. ഓക്കെ, അതായത് ഈ ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം ഓഫ് എ ഫംഗസ്, അതായത് ഈ ക്ലാവിസെപ്സ് പർപ്യൂരേ എന്ന് പറഞ്ഞ വെറൈറ്റിയിൽപ്പെട്ട ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. ഫാമിലി വരുന്നത് ഹൈപ്പോക്രിയാസി ആണ്. ഫാമിലി വരുന്നത് ഏതാണ്, ഹൈപ്പോക്രിയാസി ആണ് അതിന്റെ ഫാമിലി വരുന്നത്. ഓക്കെ, എർഗോട്ട് ഒന്നും കൂടി നോക്കിയാൽ, എർഗോട്ട് എന്ന് പറഞ്ഞത് ഏത് വെറൈറ്റിയിൽ പെട്ട എർഗോട്ടാണ് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്ലാവിസെപ്സ് പർപ്യൂരേ എന്ന് പറഞ്ഞ വെറൈറ്റി പെട്ട ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ആ സ്ക്ലീറോട്ടിയം ഉണക്കിയിട്ടാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മെഡിസിനൽ പർപ്പസസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് എ ഡ്രൈഡ് സ്ക്ലീറോട്ടിയം ഓഫ് എ ഫംഗസ് ക്ലാവിസെപ്സ് പർപ്യൂരേ. ക്ലാവിസെപ്സ് പർപ്യൂരേ എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഫംഗസിന്റെ സ്ക്ലീറോട്ടിയം നമ്മൾ ഉണക്കിയിട്ടാണ് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫാമിലി വരുന്നത് ഹൈപ്പോക്രിയാസി ആണ്. ഫാമിലി ഏതാ വരുന്നത്, ഹൈപ്പോക്രിയാസി ആണ്. ഓക്കെ, ഇതിന്റെ ലൈഫ് സൈക്കിൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ലൈഫ് സൈക്കിൾ വേണ്ട, പ്രത്യേകിച്ചൊന്നുമില്ല. എർഗോട്ടീസ് ഫംഗൽ ഗ്രോത്ത്, ഫംഗസിന്റെ ഒരു വളർച്ചയാണ് എർഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്ക് ലൈഫ് സൈക്കിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് സ്റ്റേജസ് ഉണ്ട്, 3 സ്റ്റേജസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സ്റ്റേജ് ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ സ്റ്റേജ് ഉണ്ട്, പിന്നെ എന്താണ് ഓവർ വിൻറ്റേജ് സ്റ്റേജ് ഉണ്ട്. അത് പഠിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എർഗോട്ടിന്റെ ഓർഗനോലെപ്റ്റിക് ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. എർഗോട്ടിന്റെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ് എർഗോട്ടിന്റെ കളർ വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഡിസഗ്രിയബിൾ ആൻഡ് ഫെയിൻറ്റ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണുള്ളത് കേട്ടോ. നമ്മുടെ ഈസ്റ്റിനൊക്കെ ഉണ്ടാവുന്ന ഒരു സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലാണ്. ഡിസഗ്രിയബിൾ ആൻഡ് ഫെയിൻറ്റ് സ്മെല്ലാണുള്ളത്. അൺപ്ലസന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, സൈസ് എന്ന് പറയുന്നത് എന്താണ്, ദ സ്ക്ലീറോട്ടിയം. ഇതിന്റെ സ്ക്ലീറോട്ടിയം എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ലൈഫ് സൈക്കിളിന്റെ കാലഘട്ടം അല്ലേ. സ്ക്ലീറോട്ടിയം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിന്റെ സ്ക്ലീറോട്ടിയം ഏകദേശം എത്ര വരും, 1 തൊട്ടിട്ട് 3 സെന്റിമീറ്റർ വരെ നീളം വരും. ഇതിന്റെ വീതി എത്രയാണ് വരുന്നത്, 1 തൊട്ടിട്ട് 5 മില്ലിമീറ്റർ വരെ വിഡ്ത്ത് വരും അല്ലേ. വിഡ്ത്ത് വരും. പിന്നെ സ്ക്ലീറോട്ടിയം ആർ ഫ്യൂസിഫോം. ഫ്യൂസിഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂസിഫോം ട്രയാങ്കുലർ യൂഷ്വലി ടേപ്പറിംഗ് ഓൺ ദ എൻഡ്സ്. ഫ്യൂസിഫോം എന്ന് പറഞ്ഞ ഷേപ്പ് സ്ക്ലീറോട്ടിയം ആർ ഫ്യൂസിഫോം. ഇതിന്റെ ഞാൻ കാണിച്ചു തരാം ഷേപ്പ്, ഫ്യൂസിഫോം ഷേപ്പ്. ഫ്യൂസിഫോം എന്ന് പറഞ്ഞ ഇതാണ് ഷേപ്പ് കേട്ടോ. കണ്ടോ, ഫ്യൂസിഫോം ഷേപ്പ് കണ്ടോ, അറ്റം വന്നിട്ട് കൂർന്നിരിക്കുന്നു. എന്താ പറഞ്ഞ, ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ, ത്രികോണത്തിൽ അല്ലേ. ആൻഡ് യൂഷ്വലി ടേപ്പറിംഗ് എൻഡ്സ് ഓൺ ദ എൻഡ്സ്. ഓക്കെ, അതായത് ടേപ്പറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, അതായത് എന്താണ്, ഇതിന്റെ തെറ്റ് ഭാഗം എന്തുണ്ടാവും, യൂഷ്വലി ടേപ്പറിംഗ് ഓൺ ദ എൻഡ്സ്. അതായത് ഒരു ചെടിയിലോണ്ടായിട്ട് അതിന്റെ തെറ്റ് ഭാഗം എന്തുണ്ടാവും, ടേപ്പറിംഗ് ചെയ്തിട്ടുണ്ടാവും, ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം. ഓക്കെ, അതൊന്നും ചോദിക്കില്ല, ഷേപ്പ് ചോദിക്കില്ല.
പിന്നെ ഇതിന്റെ ഫാക്ചറും വേണ്ട കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, ഇതിന്റെ കളറാണ് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ ചോദിക്കുമായിരിക്കും, ഓർഡറോ അല്ലെങ്കിൽ ടേസ്റ്റോ ചോദിക്കും, സൈസും ഷേപ്പൊന്നും ചോദിക്കില്ല. ഓക്കെ, പിന്നെന്താ പറയുക, ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കളർ പറഞ്ഞത്, ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് വയലറ്റ് ടു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താ, ഡിസഗ്രിയബിൾ ആണ്, നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റാത്ത, യോജിക്കാൻ പറ്റാത്ത സ്മെല്ലാണ് അല്ലേ, ആൻഡ് ഫെയിന്റ് ആണ്. പിന്നെ ടേസ്റ്റ് എന്ന് പറയുന്നത് അൺപ്ലസന്റ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടേസ്റ്റ് ആണ് വരുന്നത്. ഇതിന്റെ സൈസ്, സ്ക്ലീറോട്ടിയത്തിന്റെ സൈസ് പറയുന്നത് നീളം വരുന്നത് 1 to 3 സെന്റിമീറ്റർ ആണ് നീളം വരുന്നത്. വീതി എന്ന് പറയുന്നത് 1 to 5 millimeter ആണ് ഇതിന്റെ വിഡ്ത്ത് വരുന്നത്. ഇതിന്റെ സ്ക്ലീറോട്ടിയത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫ്യൂസിഫോം ആണ്, ട്രയാങ്കുലർ ആണ്. ഇതിന്റെ എൻഡ് എന്ത് ചെയ്ത് ടാപ്പറിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിന്റെ ഫ്രാക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്രിട്ടിൽ വിത്ത് ഷോർട്ട് ഫ്രാക്ചർ പഠിക്കണ്ട കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ കെമിക്കൽ കോൺസ്റ്റൻസ് ആണ്. എർഗോട്ടാമിനിൻ തന്നെയാണ് കേട്ടോ, ER ആണ്, ES അല്ല, ER ആണ് കേട്ടോ. എർഗോട്ടാമിനിൻ, എർഗോസിൻ, എർഗോസിനിൻ, എർഗോക്രിസ്റ്റിൻ, എർഗോക്രിസ്റ്റിനിൻ, എർഗോക്രിപ്റ്റിനിൻ, എർഗോകോർണിനിൻ. ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ലേ? എർഗോട്ടാമിൻ വായിച്ചേ. എർഗോട്ടാമിനിൻ, എർഗോസിൻ, എർഗോസിനിൻ, എർഗോക്രിസ്റ്റിനിൻ, എർഗോക്രിപ്റ്റിനിൻ, എർഗോകോർണിനിൻ. കെമിക്കൽ കോൺസ്റ്റൻസ് കിട്ടിയില്ലേ? കിട്ടി. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇതിന്റെ യൂസസ് ആണ്. നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ലേബർ ടു അസിസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്സിറ്റോസിക്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് ക്ലിയർ അല്ലേ ആ യൂസ്? യൂസ്ഡ് ഇൻ ലേബർ ടു അസിസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ യൂസ് പറയുന്നത് യൂസ് ടു റെഡ്യൂസ് പോസ്റ്റ്പാർട്ടം ഹെമറേജ്. പോസ്റ്റ്പാർട്ടം ഹെമറേജ് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ്, ഡെലിവറി കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കാത്ത കണ്ടീഷനാണ് നമ്മൾ പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞത് അല്ലേ. അതായത് പോസ്റ്റ്പാർട്ടം ഹെമറേജ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എർഗോട്ടാമിൻ ഈസ് യൂസ്ഡ് ഇൻ ദി ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എർഗോട്ടാമിൻ അല്ല, എന്താണ് നമ്മൾ പറഞ്ഞത്, എർഗോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എർഗോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ല, എർഗോട്ടാമിൻ ഈസ് യൂസ്ഡ് എന്നല്ലേ അത് കൊടുത്തിരിക്കുന്നത്? അതെ, എർഗോട്ടിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണല്ലോ എർഗോട്ടാമിൻ. ഓക്കെ, എർഗോട്ടാമിൻ ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എർഗോട്ടാമിൻ യൂസ് ചെയ്യുന്നുണ്ട്. എർഗോട്ടാമിൻ ഏതിലത്തെ കോൺസ്റ്റന്റ് ആണ്? കെമിക്കൽ കോൺസ്റ്റന്റ് ആണ്. എർഗോട്ടിന്റെ കെമിക്കൽ കോൺസ്റ്റന്റ് ആണ് എർഗോട്ടാമിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് കുറച്ച്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, നാളെ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എടുത്ത് വരെ നന്നായി പഠിച്ചോളാം. ഓക്കെ, താങ്ക് യു.